സാമ്പത്തിക നന്മകൾ ആഗ്രഹിക്കുന്ന എത്ര പേര് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും? How many of you here want to experience financial blessings? ആമേൻ. എനിക്കറിയാം നിങ്ങളിൽ പലർക്കും സാമ്പത്തിക നന്മകൾ വളരെ അധികമായി ആവശ്യമായിരിക്കുന്നു. I know that many of you are in need of financial blessings. യഥാർത്ഥമായ ധനം, ട്രൂ വെൽത്ത്, എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. We always have a question mark before us about what is true wealth. അതിനുകൊണ്ട് നമ്മൾ പല വളഞ്ഞ വഴികളും ഒക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. യഥാർത്ഥമായ വഴിയിലേക്ക് നമ്മൾ കയറി നിൽക്കുവാൻ ആഗ്രഹിക്കുക. Sometimes we look for crooked ways, but we need to get into the straight path to receive such a blessing. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് നമുക്ക് ഇന്ന് ചുവടുകൾ വെച്ച് യഥാർത്ഥ സമ്പത്തിലേക്ക് പ്രവേശിക്കാം. So let us take steps into to enter into true wealth. ഹല്ലേലൂയ. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് അതിനായി ഒന്ന് വായിച്ചു കേൾക്കാം. Luke 16:11. ലൂക്കോസ് 16:11. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ പരമേൽപ്പിക്കും. നിങ്ങളെ അവിടെ കേൾക്കുമ്പോൾ ഇഫ് യു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ ഇൻ ദി അൺറൈച്ചസ് മേമൻ, ഈ മാമനെന്ന് വേണേ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മാമനും ചാക്കോടെ ഒന്നും കഥയല്ല. അനീതിയിൽ സമ്പാദിക്കുന്ന ധനം. അപ്പൊ അങ്ങനാണെങ്കിൽ യഥാർത്ഥമായ സത്യമായത് ആര് നിങ്ങളെ ഭരമേൽപ്പിക്കുമെന്നാണ് ചോദിക്കുന്നത്. So it talks about being faithful in the unrighteous mammon, which means what you are acquiring in the unrighteous way. Who will commit to your trust the true riches? പറഞ്ഞ യഥാർത്ഥമായ ധനം. True riches. യഥാർത്ഥമായ ധനം. True riches. നിങ്ങളുടെയൊക്കെ ഇരിപ്പുണ്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം അംബാനിയെക്കാളും വലിയ കാശുകാരാണ് എൻ്റെ വിചാരം. യഥാർത്ഥമായ ധനം. True riches. എവിടെ നിന്നാ അത് വരുന്നത്? Where does it come ജൂലിനാണോ from? അത്? വണ്ടർഫുൾ. ഹല്ലേലൂയ. യഥാർത്ഥമായ ധനം. ഒന്ന് രണ്ടു പേരോടൊന്ന് പറഞ്ഞ് യഥാർത്ഥ ധനം. Tell the person next to you, true riches. സത്യമായിട്ടും എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ എടുത്തു പറയുന്നത്, പലരും യഥാർത്ഥ ധനം ആസ്വദിക്കുന്നില്ല. Many do not really enjoy true riches. നമ്മൾ പലപ്പോഴും ഡോളറിനെയാണ് നോക്കുന്നത്, പൗണ്ടിനെ, ഡോളറിനെ, ഇന്ത്യൻ റുപ്പി, ഇതിനെയൊക്കെ നമ്മൾ നോക്കുന്നത്. We often look at riches as pounds or dollars or ഒന്ന് rupees. രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 29 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അവിടെ പുറകിലൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉള്ള കസേരകളിൽ കയറിയിരിക്കും. ജോഷു can come and sit with 1 the Kings Samruddhi. 4:29-32. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു. സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രൈമ്യരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. ഹല്ലേലൂയ. സകല മനുഷ്യരെക്കാളും എസ്രാഹീനായ ഏദാൻ, മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിന്മേലും പരന്നു. അവൻ 3000 സദൃശവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1005 ഇവിടെ നമ്മൾ കാണുന്നത് ശലോമോനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. എന്തൊക്കെയാണ് ശലോമോൻ, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് വരച്ചു കാണിച്ചു തരിക. Here we see a description about Solomon, what was he and how he was. എന്തുകൊണ്ടാണ് യഥാർത്ഥമായ ധനം ലഭിക്കാതെ പോകുന്നത്? Why do we miss out on true riches? പലരുടെയും ജീവിതത്തെ ശ്രദ്ധിക്കുമ്പോൾ പഴയ കാല അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തെ തളർത്തി വയ്ക്കുന്നത്. If you look at the lives of many, their past is what is holding them back. You always understand best ways are, it's ahead of you. നിന്റെ മുമ്പിൽ ആ വഴികളെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. The Lord has always prepared the best things ahead of you, before you. Best days and best ways are always ahead of you. നിന്റെ മുമ്പിലുണ്ട് ആ വഴികളും ആ നന്മകളുമെല്ലാം. The best days and best ways are always ahead of you. So step into the true wealth. യഥാർത്ഥമായ ധനത്തിലേക്ക് ചുവട് വെച്ച് കയറണം.
So that is why we need to step into true riches. ഞാൻ ഇത് പലപ്പോഴും ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ടും ശുശ്രൂഷക്കാരനായതുകൊണ്ടും സാമ്പത്തികമായിരിക്കുന്ന മേഖലയെക്കുറിച്ച് ഞാൻ വളരെ ശക്തമായിട്ട് സംസാരിക്കാറുണ്ട്. Because I'm a pastor and a minister, I always strongly talk about the area of finances. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവരാജ്യത്തെക്കുറിച്ച് നിശ്ചയമില്ലാത്തതുകൊണ്ട്. That is because you are not having the right understanding of the kingdom of God. കർത്താവ് ഒരു രാജ്യം നമുക്കായി സ്ഥാപിതമാക്കിയത് പലർക്കും അറിയത്തില്ല. Many are unaware of the fact that he has established a kingdom for us. അതുകൊണ്ട് ഞാൻ വളരെ ആഗ്രഹത്തോടെ മാറ്റിപ്പറയല്ല പറയാണ്, നിങ്ങളുടെ സുവിശേഷം ദൈവരാജ്യത്തെക്കുറിച്ചായിരിക്കണം. That is why I want to correct you and say that your gospel should be of the kingdom. യേശു മരിച്ചു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. Jesus died on the cross is a fact. മരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഇൻക്ലൂഷൻ സംഭവിച്ചു. എല്ലാവരെയും അവൻ ചേർത്ത് പിടിച്ചു. Oh, when he died, he included everyone, brought everyone together. അവൻ ഉയർത്തെഴുന്നേറ്റപ്പം എല്ലാവരെയും കൊണ്ടാ ഉയർത്തെഴുന്നേറ്റത്. And when he was raised up, he raised up together along with all of us. ഇങ്ങനെ നോക്കിയപ്പം ഇത് നീല സാരി എടുത്ത് വേണ്ട പിന്നെ നോക്കാം, അങ്ങനെ യേശുവിനുണ്ടോ? Jesus did not look at us and he wasn't partial. കറുത്തിരിക്കുന്നു, എന്നെ അത്ര അറിയത്തില്ല, അതുകൊണ്ട് അവൻ അവിടെ കിടക്കട്ടെ എന്ന് കർത്താവിന് ചിന്തിക്കാൻ പറ്റും. He didn't have partiality based on your looks or your color. നിങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആളുടെ മുഖത്തോട്ട് നോക്കി, ഈ മുഖം കണ്ട ജീവിതത്തിൽ യേശു കൊണ്ടുപോകത്തില്ല. Look at the person next to you. Actually, if you see your face, Jesus will never. ചൈതന്യവും ചിരിയും ഒന്നുമില്ലാത്ത മുഖങ്ങളാണെങ്കിൽ നാം അടുത്തിരിക്കുന്നവന് പോലും ഇഷ്ടപ്പെടത്തില്ല, പിന്നെ കർത്താവിന് ഇഷ്ടപ്പെടും. അല്ല, കർത്താവ് നിന്നെ അതുപോലെ സ്നേഹിക്കുന്നു. If you don't smile, the person next to you also won't like you. നീ എത്ര വലിയ തെറ്റ് ചെയ്താലും God still loves you. നിന്നെ സ്നേഹിക്കുന്നു അവൻ. No matter what great mistake you do, he still loves you. കാര്യം അവൻ അവന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. Because he has placed us in his kingdom. അവൻ നോക്കുകയാണ്, എന്നാണ് നീ നന്നാകുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. And then he is looking forward, when are you getting ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെ corrected? നോക്കുന്ന, നീ എന്റെ സാമ്പത്തിക സ്രോതസ്സിനകത്തേക്ക് നീ ചുവട് വെച്ച് കയറണം. And he is looking at us and saying, you must step into the source of my riches. വെൽത്തിനകത്തേക്ക്, ഞാൻ നിനക്കായി കരുതി വെച്ചിരിക്കുന്ന ധനത്തിനകത്തേക്ക് നീ ചുവട് വെച്ച് കയറി വാ. Step into the financial blessings that I've kept for you. ഞാൻ അതിനല്ലേടാ സമ്പന്നനായ ഞാൻ ദരിദ്രനായി തീർന്നത്, നിന്നെ സമ്പന്നനാക്കാനല്ലേ. That is why I who was rich became poor to make you rich. കണ്ടോ, കർത്താവ് സമ്പന്നനായിരിക്കെ ദരിദ്രനായി തീർന്നത് നമ്മൾ ഓരോരുത്തരും കൈനീട്ടാനല്ല, അവന്റെ ദാരിദ്ര്യത്തിൽ നമ്മൾ സമ്പന്നനായിരിക്കുവാൻ. God did not become poor for us that we might continue in poverty, that we might become rich through him. ഇന്ന് ദാരിദ്ര്യത്തെ ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് പൊട്ടിച്ചു ദൂരെ കളയണം. Today you must break the curse of poverty. കാര്യം അത് നമ്മളുമായി ബന്ധമുള്ളതല്ല. It has no connection with us. നിങ്ങൾ പാപത്തെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ കാണേണ്ട വിഷയമാണ് ദാരിദ്ര്യം. How you see sin, in the same way you must look at poverty. പാപത്തെ കാണുന്നത് പോലെ കാണേണ്ട വിഷയമാണ് രോഗം. In the same way you sin, you must look at sickness. നന്ദിയില്ലായ്മ, ഇതെല്ലാം പാപം കാണുന്ന പോലെ കാണേണ്ട വിഷയമാണ്. These are all things equivalent to sin. ഇങ്ങനെ നമ്മൾ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നന്നായി അതാ കർത്താവ് നമ്മുടെ മുഖം കണ്ണാടിയിൽ എന്നതുപോലെ പ്രതിബിംബിപ്പിക്കുവാൻ തുടങ്ങി. If we are going to take care of these things, then our face will shine as if from glory to glory. So many are imprisoned by their past. പഴയ കാലങ്ങളിൽ തളയ്ക്കപ്പെട്ടവരായിട്ടാ പലരും ഇരിക്കുന്നത്. Many people are imprisoned by their past. പഴയത് പോയെന്നേ. The old is gone. ഒരുവൻ ക്രിസ്തുവിലായാൽ പഴയതുണ്ടെന്നാണോ? If anybody is in Christ, it doesn't mean you are still old. അതിന്റെ അർത്ഥം പഴയത് പോയി യേശു വന്നെന്നല്ലേ അതിന്റെ അർത്ഥം. The old is gone, the new has come. യേശു ആണെങ്കിൽ ഒന്നുമില്ലാതാണോ വന്നിരിക്കുന്നത്? യേശു നിന്നെ എല്ലാം ആക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. Jesus did not come empty-handed, he came to fill you. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ശലോമോനെ കുറിച്ച് വായിച്ചപ്പോൾ കേട്ടു, ശലോമോൻ ധനികനായിരുന്നു. We read about Solomon that he was rich. Why he was rich? He was rich because he was the wisest. അവൻ ഏറ്റവും ജ്ഞാനമുള്ളവനായിരുന്നു. Solomon was rich because he was the wisest. കാരണം നോക്കിയേ, അവന് എല്ലാ ജ്ഞാനികളിൽ ജ്ഞാനി എന്നാ വിളിക്കുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്നവന് എന്തുകൊണ്ട് സമ്പന്നനായി? അവന് ജ്ഞാനമുള്ളത് കൊണ്ട്. He was the wisest of the wise. And how did he become rich? Because of wisdom. Stupid will never make money. മടയത്തരങ്ങൾ കാണിക്കുന്നവർ, മണ്ടത്തരം കാണിക്കുന്നവര്, മടിയനായിരിക്കുന്നവർ ഒരിക്കലും ജീവിതത്തിൽ ഉയർന്നു വരത്തില്ല. Stupid and lazy people will never make money. For that you need mental
കണ്ടന്റ്, ഈ മാനസികമായിരിക്കുന്ന അച്ചടക്കങ്ങൾ ആവശ്യമാണ്. For that, you need a certain level of discipline of the mind. ആമേൻ. വിസ്ഡം എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത് ലൊക്കേറ്റിംഗ് ഗോഡ്സ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഓരോ കാര്യങ്ങൾ ദൈവിക രീതിയിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കണ്ടെത്തുവാനാണ് ജ്ഞാനം തന്നിരിക്കുന്നത്. God has given us wisdom, which is locating God's way of doing things. ജ്ഞാനം എന്ന് പറയുന്നത് എക്സ്പ്രസിംഗ് ഗോഡ്സ് മെന്റാലിറ്റി ഇൻ യുവർ ഹ്യൂമൻ കപ്പാസിറ്റി. മാനുഷിക ശേഷിയിൽ ദൈവത്തിന്റെ മനോഭാവത്തെ പ്രകടിപ്പിക്കുവാനാണ് ജ്ഞാനം. Wisdom is given to us to express God's mentality in human capacity. In എല്ലാവരും മനുഷ്യരായിരിക്കും, നമ്മളെല്ലാം മനുഷ്യരാ. അതിനകത്തോട് ഈ മാനുഷികമായിരിക്കുന്ന കഴിവിനകത്തോട് ദൈവിക ശ്രേഷ്ഠത എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും? How can we express God's greatness through our human അതിനാ ദൈവം നമുക്ക് capacity? ജ്ഞാനം തന്നിരിക്കുന്നത്. That is why God has given us wisdom. ആമേൻ. ഹല്ലേലൂയ. ഭൗതിക നന്മകളുണ്ട്, അത് സംശയമില്ലാത്ത There കാര്യമാണ്. are financial blessings. There's എന്നാൽ no doubt. യഥാർത്ഥമായ നന്മ, യഥാർത്ഥമായ ധനം, ട്രൂ റിച്ചസ് എന്ന് പറയുന്നത് എഫേസ്യർ 2-ാം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഥാർത്ഥ ധനം യേശുവുമായിട്ടുള്ള ബന്ധത്തിലാണ് സംഭവിക്കുന്നത്. True riches happen in our relationship with Christ. അത് കണ്ടോ, കർത്താവിന്റെ കൃപയ്ക്കകത്താണ് അത്യന്ത ധനം ഇരിക്കുന്നത്. It is in His grace that we see the exceeding riches. അതുകൊണ്ട് കർത്താവിന്റെ കൃപയെ ഓർത്തിട്ട് നന്ദി പറയണം. കർത്താവേ, നീ കൃപ തന്നതിനായി, ക്രിസ്തയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യം, തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. So we must thank God for His grace, that we might see the exceeding riches of His grace in the days to come. അതിന് നമ്മളെ എവിടെ ഇരുത്തിയെന്നറിയാം? നമ്മളെ അവനോടൊപ്പം സ്വർഗ്ഗത്തിൽ ഇരുത്തിയെന്ന് എഴുതിയിരിക്കുന്നു. That is why He is places along with Him. ഒന്നാമത്തെ കാര്യം, in the നമ്മൾ ഇവിടെ heavenly ഈ ചക്കള മനുഷ്യരോടൊന്നും അല്ല ഇരിക്കുന്നു, ഒന്നിനും കൊള്ളാത്ത മനുഷ്യരോട് അല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ കൂടെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കണം. We must believe that right now we are seated with the Lord. എപ്പോഴും ഞാൻ പറയത്തില്ലേ, വേഷവിധാനങ്ങളിൽ പോലും കർത്താവിന്റെ പ്രതിനിധിയാണെന്നുള്ള ചിന്തയിൽ വേണം നിൽക്കാൻ, നടക്കാൻ. Even through our dressing, we must be representatives of God. അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ ഇരുത്തി എന്നുള്ള ബോധ്യം വരണം. 7-ാം വാക്യം, സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. Which means we are seated in the heavenly places. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നവരെല്ലാം ഒരു സ്തോത്രമൊക്കെ എന്ന് പറഞ്ഞു. Those who are in heaven give a praise to the Lord. സ്വർഗ്ഗത്തിൽ ഇരുന്നുകൊണ്ട് എന്നെ സ്തോത്രം പറയാനാ? സ്വർഗ്ഗം തന്നതിനായ കർത്താവ്, ഇതിന് വല്ലതും യോഗ്യതയുള്ളവരാണോ നമ്മള്? Hallelujah. How much we should thank God Where are you for seated? all the You are riches. seated along with him. കർത്താവിന്റെ കൂടെ നിന്നെ ഇരുത്തിയിരിക്കുകയാണ്. 7-ാമത്തെ വാക്യം കാണിക്കൂ കുഞ്ഞ്. 7th verse. ക്രിസ്തയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നിങ്ങൾ കേട്ടെ, മരിച്ചവൻ നമ്മളെ കൊണ്ട് മരിച്ചു. പാപങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, ഞെരുക്കങ്ങൾ എല്ലാം കൊണ്ടും അവൻ നമ്മളോടൊപ്പം മരിച്ചു. അവനോടൊപ്പം നമ്മൾ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് എവിടെ കൊണ്ടിരുത്തി? അവൻ ഇരിക്കുന്നിടത്ത് കൊണ്ടിരുത്തിയെന്ന്. When He died, we were also dead with Him, but when He rose up, we are also raised along with Him, and now He's made us sit together with Him in the heavenly places. സുവിശേഷം പറയാമാണെങ്കിൽ അന്തസ്സുള്ള സുവിശേഷമേ പറയാം. Even if you are going to share the gospel, share the right പൈക്കത്തരത്തിന്റെ gospel. സുവിശേഷം പറയുന്നത് കൊണ്ടാണ് നമ്മൾ പൈക്കം പിടിച്ചിരിക്കുന്നത്. We are sharing the gospel of lack, and that is why we are in lack. നമ്മൾ ഒന്നുമില്ല, കഷ്ടത, ഞെരുക്കം, പട്ടിണി ഇതൊക്കെ പറഞ്ഞ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അതല്ല, സമ്പന്നതയിലാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. If you're going to talk about suffering and lack, then we will remain there, but He's called us to talk about അതുകൊണ്ട് His ഇന്ന് രാവിലെ true ദൈവകൃപ riches. വ്യാപരിക്കട്ടെ എല്ലാവരിലും. So let the grace of God be റോമർ with 11:33 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച്, അവന്റെ ആ ധനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. Romans 11:33 talks about the depth of the riches of God. അവിടെ പറയുന്നു, ആദ്യത്തെ വാക്ക് എഴുതിയിരിക്കുന്നത് ഹാ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇത്രയും ശക്തമായ ഒന്നുണ്ടോ? ദൈവത്തിന്റെ ധനം, ജ്ഞാനം, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. The verse begins by saying, "Oh, the depth of the riches of both the wisdom and knowledge of God." Wisdom and knowledge of God. ദൈവത്തിന്റെ ധനവും ജ്ഞാനവും, ധനവും ജ്ഞാനവും. God's wisdom and knowledge of God. യഥാർത്ഥ ധനമുള്ളവൻ ദൈവിക ജ്ഞാനമുള്ളവനാണ്. If you have the riches of God, you are wise, you have wisdom of God. വിവേകം ചെയ്യുന്നെല്ലാം വിവേകത്തോടെ ചെയ്തുള്ളൂ. കാര്യം അവൻ എവിടുന്നുള്ളതാണ്? ഈ ധനം അറിയാവുന്നവനാണ്. Whatever he does in the wisdom of God, because he knows the true riches. Today the Holy Spirit is empowering you. നിങ്ങളെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുകയാണ്. അവന്റെ യഥാർത്ഥ ധനത്തിലേക്ക് ചുവടുവെച്ച് കയറുക. The Holy Spirit is empowering you today to step into His true riches. Means അവന്റെ ജ്ഞാനത്തിലേക്ക് ചുവടുവെച്ച് കയറുക. Which means stepping into His wisdom. യഥാർത്ഥ ധനം എന്ന് പറയുന്നത് വാസ്തവമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നിത്യതയാകുന്നു, നിത്യജീവനാകുന്നു യഥാർത്ഥ ധനം. If you look at
true riches, it is eternal life. ഇറ്റേണൽ ലൈഫ്. കൊലോസ്യർ 1:27 വായിച്ചാട്ടെ. കൊലോസ്യർ 1:27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് മർമ്മത്തിന്റെ മഹിമാധനം ജാതികൾ അറിയുവാൻ ദൈവത്തിന് ഇഷ്ടമായി. വായിച്ചേ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധാനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആരറിയണമെന്ന? ജാതികൾ, നമ്മള് എന്ന് പറഞ്ഞാൽ യഹൂദനല്ലാത്ത എല്ലാവരും ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നറിയാം. കാര്യം അവന്റെ മഹിമാധനം നമ്മൾ അറിയണം. It was God will to make known the riches of the glory of his mystery among the Gentiles, and God wanted us Gentiles to know the riches of his glory. യേശു കർത്താവിൽ ആയിരിക്കുന്നത് തന്നെ വലിയ മഹിമാധനമാണ്. Being in Christ itself is a great rich. ഒന്ന് രണ്ട് പേരോട് പറ, കർത്താവിനെ അറിയാൻ പറ്റിയത് തന്നെ എന്തൊരു വലിയ ധനമാണ്. It is a great richness to even know Christ. ആ കൈ കിട്ടിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു തണുത്ത കൈയല്ലേ വന്നത്? അതാ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകുന്നത്. കാര്യം നമുക്ക് കൈ കൊടുക്കാനും അറിയത്തില്ല. കാര്യം കർത്താവിനെ അറിഞ്ഞ വലിയ കാര്യമായി പോയി കേട്ടോ. കാര്യം തളർന്ന മനസ്സായതുകൊണ്ട് തളർന്ന കൈയേ ഇരിക്കത്തുള്ളൂ. കർത്താവിനെ അറിയാൻ പോയത് വലിയ കാര്യം. വേണേ പിടിച്ചോന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിത്തരുന്നു. അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡായി പ്രശ്നം. മനോഭാവങ്ങൾ ശരിയല്ലാത്തത് കൊണ്ട് അകത്തുനിന്ന് ഒന്നും വരത്തില്ല പുറത്തോട്ട്. Because our attitude is not right, nothing good comes from the inside of us. മുഖത്തോട്ടൊന്ന് നോക്കിക്കെന്ന് പറയുമ്പോൾ തന്നെ കണ്ടല്ലേ, തളർന്ന കണ്ണ്, ചിരിയില്ലാത്ത മുഖമൊക്കെ അല്ലാണ്ട് അല്ലാതെ പ്രസരിപ്പല്ല വരുന്നത്. എംപവേർഡ് അല്ല, ശക്തിയില്ല. അതുകൊണ്ട് തളർന്നു പോകുകയോ. ഇതൊക്കെ പാസ്റ്റർ പറയുന്നതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ, കാര്യമൊന്നുമില്ലെന്നാണ് മനോഭാവമെങ്കിൽ എങ്ങനെ ഇത് കയറി വരും? Our eyes are, and we are not strong enough because we are weak in the inside, and you think that our pastor is saying all these things, what benefit? Proverbs സദൃശവാക്യം 13:20 വായിച്ചാട്ടെ. Proverbs 13:20. ജ്ഞാനികളോട് കൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. എത്ര മതി? ജ്ഞാനികളുടെ കൂടെ നടക്കുക, നീയും. നിന്റെ കമ്പനി ആരെന്ന് ഒരു 5 പേര് എന്നെ തന്ന ഞാൻ പറയാം നീ ആരാന്ന്. It says, if you those who walk with the wise men shall be wise. കൂട്ടുകാരന്റെ 5 കൂട്ടുകാരുടെ പേര് എനിക്ക് താ, ഞാൻ പറയാം നീ ഏത് സ്വഭാവക്കാരനാണ്. If you tell me the name of 5 of your friends, I can quickly tell you what is your nature and character. ഇപ്പം തരണ്ട. സർവീസ് ഒക്കെ കഴിഞ്ഞ എന്റെ കൊണ്ട് തന്ന പാസ്റ്റർ ഇതൊക്കെയാണെന്ന് ഞാൻ ചോദിക്കാം. ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് പറയാം നീ ആരാന്ന് ഞാൻ പറയാം. I can tell you who you are by knowing the company you keep. അസോസിയേഷൻ എപ്പോഴും നമ്മുടെ നടപ്പാരുടെ കൂടെയാണ്. അതിനെ അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതവും. Our life depends on our association. ലോകത്തിൽ ഗതി പിടിക്കാത്തവനോട് നടന്ന് നമ്മൾ ഗതി പിടിക്കൂ. If you are walking with those who have no money, who have not made it in life, then how will your life improve? ഒരു കടക്കാരനോട് നിങ്ങൾ കമ്പനി അടിച്ച് നിങ്ങൾ വേഗത്തിൽ കടക്കാരനായിട്ട് മാറും. Your company is with a debtor, you will soon become a debtor. See, എന്നാ കാര്യം എന്ന് വെച്ചാൽ അവൻ കടമെടുക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു തരും നമുക്ക്. Because he will tell you how to ഏത് ബാങ്കിൽ എങ്ങനെ പോയി ആരുടെന്ന് വാങ്ങിക്കേ, അവിടെ കൊടുത്തേച്ച് ഇവിടെ കൊടുത്ത് അങ്ങനെ മറിച്ച് തിരിച്ച് ഒരു മാസം തന്നെ ഞാൻ ഒരു 10-15 പേരെ തിരിച്ചും മറിച്ച്. നമുക്ക് ഉടനെ ആശയം വരുന്ന എങ്ങനെ തിരിച്ചു മറിച്ച് ജീവിക്കാമെന്ന ചിന്ത വരുന്നത്. ഒരിക്കലും രക്ഷപ്പെടത്തില്ല. If he is a debtor, then he will tell you how to take loan from this person and roll the money. കടക്കാർ ഒരിക്കലും അവരിൽ ഒരു നല്ല മെസ്സേജ് കൊടുക്കാനില്ല. അതുകൊണ്ട് നിന്റെ കമ്പനി കടക്കാരനാണ്, കടക്കാരൻ നീ മാറി സമ്പന്നതയുള്ളവന്റെ കൂടെ ഇരിക്കുക. If your company is with a debtor, he has nothing good to tell you. Please change your company and be with a rich person. ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ഉടനെ ഇത് വരും, പൈസ 1 ലക്ഷം രൂപ 4 ലക്ഷം രൂപ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നീ വല്ല കുടുക്കിനകത്തൊക്കെ ചെന്ന് പെടത്തേ ഉള്ളൂ, രക്ഷപ്പെടത്തില്ല ജീവിതത്തിൽ. You may see many shortcuts to make money. വായ്പ വാങ്ങിക്കുക, ഇങ്ങോട്ട് തന്നെ പിന്നെ തരാം, നാളെ കിട്ടുമ്പം തരാം, പിന്നെ കിട്ടുമ്പോൾ കൊടുക്കത്തുമില്ല. നമ്മൾ എന്തിനാ കൊടുക്കുന്നു വിചാരിക്കും. Taking loan from others and then you say when I have I will return. Spoil your life. നിന്റെ ഈ സമ്പന്നതയുടെ ജീവിതത്തെ, ധനമുള്ള ജീവിതത്തെ നശിപ്പിക്കുന്ന തീരുമാനങ്ങളിലേക്ക് പോകരുത്. വിവേകമുള്ളവനായിട്ടിരിക്കണം. Be wise, don't do things that will spoil your richness in Christ. അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനികളുടെ കൂടെ നടക്കണം. Walk with the wise. എടാ 4 അക്ഷരം നേരെ ചൊവ്വേ പറഞ്ഞു തരാൻ കഴിയുന്നവന്റെ കൂടെ നീ നടന്നില്ലെങ്കിൽ അധോഗതിയായി മാറുന്നതിന്റെ കാര്യമത. If you are not able to walk with somebody who is able to instruct you, you will go down in life. യാക്കോബ് 1:5 നിനക്ക് ജ്ഞാനമില്ല, നീ ദൈവത്തോട് ചോദിക്കണം. James 1:5 says, if you don't have wisdom, അല്ലെങ്കിൽ ജ്ഞാനമാർഗ്ഗങ്ങൾ കാണിക്കുന്നവരോട് നീ ചോദിക്കണം. Otherwise ask somebody like us who will show you. നിങ്ങൾ ശ്രദ്ധിച്ചേ, wise people are rich people. ജ്ഞാനമുള്ളവരെല്ലാം ധനികന്മാരായിരിക്കും.
The wise people are all rich people. കാര്യം അവരെപ്പോഴും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ വളരെ ശ്രദ്ധിച്ചു, എവർ ടു ഇൻവെസ്റ്റ്, എവിടെ നിക്ഷേപം, അല്ലാതെ എവിടുന്ന് വാങ്ങിക്കാമെന്നല്ല അവർ നോക്കുന്നത്. Because wise people look at മനസ്സിലാവുന്നുണ്ടോ? investing things, they don't look at borrowing നിങ്ങൾ money. മനസ്സിലാക്കിയ ബുദ്ധിയുള്ളവൻ, ജ്ഞാനമുള്ളവൻ, വിവേകമുള്ളവൻ എവിടെ നിക്ഷേപിക്കാമെന്നാ നോക്കുന്നത്. Wise people will look at investment, foolish will look at borrowing. മറ്റേ അങ്ങനെ പറയുന്നത് എവിടുന്ന് വാങ്ങിക്കാം, അതാ കണ്ട അങ്ങനെ ആയി പോവാ. The foolish will always think about where can I take money wisdom from. will always help you to resolve problems. പ്രശ്നങ്ങൾ ഉള്ളതിനെ പരിഹരിക്കാൻ ആ ദൈവത്തിന്റെ ജ്ഞാനം ഉപയോഗിക്കുന്നത്. God's wisdom helps us to resolve And problems. disputes. ആരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസം കൊണ്ട് നടക്കരുത്. ഞാൻ എപ്പോഴും പറയും, അഭിപ്രായ വ്യത്യാസം നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദൈവിക ജ്ഞാനത്തിൽ അഭിപ്രായ വ്യത്യാസം നേരെ ദൂരെ കളയണം. നിനക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. If you are facing disputes and problems with relationship, with God's wisdom you must get rid of it. ഞാൻ എപ്പോഴും പറയുന്നത്, എന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാരോട്, നിങ്ങളുടെ ആരുടെ അകത്ത് ഡിസ്പ്യൂട്ടും വെച്ചോണ്ട് നടക്കരുത്, ഒരിക്കലും നന്നാകത്തില്ല. I want to tell everyone who is along with me, please ഡിസ്പ്യൂട്ട് don't keep disputes. കാര്യം മനുഷ്യരോട് ഇടപെടുന്ന ഡിസ്പ്യൂട്ട്സ് വരാം, സ്വാഭാവികമല്ലേ. When we are interacting with പക്ഷെ people, disputes നീ can അതിനെ come. ഡിസ്പ്യൂട്ടായിട്ട് കാണുന്നില്ല, കാര്യം നിന്റെ അകത്ത് ജ്ഞാനമായിരിക്കുന്നു. Because you have wisdom, you are able to കണ്ടോ, overcome. വിവേകമുള്ളവൻ വഴക്കാളിയായിട്ടല്ല മാറുന്ന, വിവേകമുള്ളവൻ ധനത്തെ കുറിച്ചാ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്റെ ധനം എങ്ങനെ നഷ്ടപ്പെടാതിരിക്കാം. A wise person will not think about disputes. Wise person will think of നിങ്ങൾ making ശ്രദ്ധിച്ചു money. നോക്കിയ, ധനമുള്ളവൻ, ജ്ഞാനമുള്ളവൻ അവന്റെ ധനത്തിന് മങ്ങലേൽക്കാതെ, അവന്റെ ജ്ഞാനത്തിന് മങ്ങലേകാതിരിക്കാൻ അവൻ വളരെ മിതഭാഷയായിട്ടാ നിൽക്കത്തുള്ളൂ. The one who is wise will always behave moderately so that it doesn't affect his wealth. Some people have enemies everywhere. എവിടെ പോയാലും ശത്രുക്കളാ. Some people are so stupid that they have enemies everywhere. ഓഫീസിൽ, At the office. നെയ്ബർഹുഡില്, അയൽപക്കങ്ങളിൽ എല്ലാരും ശത്രുക്കളാ. At the office, at വീട്ടിൽ the ശത്രു, neighborhood, even വീട്ടിൽ at home they have ഒത്തിരി enemies. പേരുടെ വീട്ടിൽ ശത്രു ഭർത്താവായിരിക്കും, അല്ലെ ഭാര്യയായിരിക്കും. Many people have their husband or wife as their എങ്ങനെ enemies. ശത്രുത വരുന്നത്? ചർച്ചിനകത്ത് വന്നാലും ശത്രുത മനോഭാവത്തോട് ചർച്ചിലിരിക്കുന്നവരെ കണ്ടാൽ എങ്ങനെ പറ്റും? ആ ബ്രദർ അങ്ങനെ പറഞ്ഞു, ഇനിയും തൊട്ട് ഞാനില്ല, കല്ലിയ പോയി പോയി കൂട്ടുവെട്ടി. Even at ഇതിനകത്ത് church എങ്ങനെ എനിമിറ്റി പറ്റുന്നത്? you have enmity between people. ഇവിടെ ബ്രദർഹുഡ് അല്ലേ, ഇവിടെ സാഹോദര്യമല്ലേ. അയാൾ പറഞ്ഞെങ്കിൽ അത് മിണ്ടാതിരിക്കുക, വിട്ടുകളയുക, അതേ കയറി പിടിക്കാൻ പോകരുത്. If someone said something, just leave it out. Don't go അവര് behind it. പറഞ്ഞത് അവിടെ കിടക്കട്ടെന്ന്. ഞാൻ അതിനേക്കാളും മുകളിലല്ലേ ഇരിക്കുന്നത്, ഞാനിതിനെ അതേ കയറി പിടിക്കാൻ പോകുന്നത്. Why should I hold on to what they say? I am much above നിങ്ങൾ them. നിങ്ങളെ തന്നെ ജ്ഞാനികളായി ശ്രേഷ്ഠരായി കണ്ടാൽ ഈ ചെറിയ കാര്യത്തിനകത്ത് നിങ്ങൾ സംസാരിക്കാൻ പോകത്തില്ല. If you think yourself as wise and rich, you will not interfere in small trivial things. You are stupid, that is why you have enemies. If you are stupid, you will have enemies. ശത്രുക്കൾ ആർക്കാ ഉണ്ടാകുന്നത്? Who gets enemies? മണ്ടന്മാർക്ക് ശത്രുക്കൾ ഉണ്ടാകും. Stupid people will get. ശലോമോനെ നിങ്ങൾ ശ്രദ്ധിച്ചു, ശലോമോൻ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം ഭയങ്കര സമാധാനത്തിൽ വാണ ഒരു രാജാവാ. Solomon was a king who experienced peace throughout his അവന്റെ reign. കാലഘട്ടത്തിൽ, in his time there was no war. യുദ്ധങ്ങളേ ഇല്ലായിരുന്നു ശലോമൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ. The time when Solomon reigned, there were no wars. നിങ്ങൾ കല്യാണമൊക്കെ ശ്രദ്ധിച്ചില്ലേ, മാരേജിനകത്ത് സാമർത്ഥ്യമുള്ള സ്ത്രീ ഭവനം പണിയുമെന്ന് എഴുതിയിരിക്കുന്നത്. ഭവനമാ പണിയുന്നത്. സാമർത്ഥ്യമുള്ള സ്ത്രീകളെ നോക്കി ഞാൻ പറയുകയാണ്. Even in a home, a wise woman builds her home. വിവേകത്താലാണ് ഭവനം പണിയേണ്ടത്. It is through wisdom that a house should be built. എല്ലാ പ്രോബ്ലത്തിനും കാരണം എന്ന് പറയുന്നത് വിവേകമില്ലായ്മയാണ്. പ്രശ്നങ്ങളുടെ എല്ലാം പുറകിൽ കളിക്കുന്ന സാധനം ജ്ഞാനമില്ലായ്മയാണ്. The real problem behind all problems is lack of wisdom. അതുകൊണ്ട് നമ്മൾ കർത്താവിലായി തീർന്ന കർത്താവിൽ നിന്ന് ആ ജ്ഞാനമേ വരത്തുള്ളൂ. That is why we are in Christ. Through him wisdom flows. കർത്താവിൽ നിന്ന് ആ വിവേകം വരണം. The wisdom should flow to us ഡിവൈൻ from God. ഹോളി വിസ്ഡം ആണത്. അത് വാർ ഫ്രീ ലൈഫാണ്, യുദ്ധമില്ലാത്ത അവസ്ഥയാണ് ഈ ദൈവിക ജ്ഞാനം. The divine wisdom is a war-free life. ശലോമനെ നിങ്ങൾ ശ്രദ്ധിച്ച്, ശലോമനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. Everybody loved Solomon. ചുമ്മാ തന്നോ 700 ഭാര്യമാരും 300 പോർക്കിപ്പൈൻസും. No wonder he had 700 എല്ലാവർക്കും wives and പുള്ളി 300 എല്ലാവർക്കും concubines. രാജാവ് ശലോമോനെ എല്ലാവർക്കും കാര്യം ജ്ഞാനമുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. Because he had wisdom, everyone loved him. ഞാൻ ചിന്തിച്ചു, ഈ 700 ഭാര്യ ഒന്നിനെ കൊണ്ട് നടക്കാൻ എന്തൊരു പാടാ. 700 ഭാര്യമാരും 300 വെപ്പാട്ടികൾ, ഇതൊക്കെ എങ്ങനെ അല്ലേ? ഇവിടെ കല്യാണം കഴിച്ചിരിക്കുന്നവരോടൊക്കെ ചോദിക്കണം, ദൈവമേ ഒന്നിനെ പോറ്റാൻ എന്തൊരു പാടാ. It is difficult to maintain one wife. Imagine 700 wives and 300 നിങ്ങൾ concubines. ശ്രദ്ധിച്ച്, സമാധാനം അതായിരുന്നു. ജ്ഞാനം കൊണ്ട് അയാൾക്ക് ഭയങ്കര സമാധാനം. കാര്യം അയാളുടെ സമാധാനത്തെ കെടുത്താൻ ഇതിനൊന്നും പറ്റത്തില്ല. Because of wisdom, he had നിങ്ങൾ peace. 700 ഭാര്യമാരെന്ന് ഓർക്കണം, 700 കൾച്ചറിൽ നിന്ന് വരുന്ന, 700 വീടുകളിൽ നിന്ന് വരുന്ന.
700 wives means they come from 700 cultures. ശലോമോന്റെ ജ്ഞാനത്തിലൊന്നും അത് തൊടാനൊക്കത്തില്ല. Nothing can touch Solomon's knowledge. എന്ന് പറഞ്ഞു ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതുവഴി നടന്നേക്കല്ലേ, ഞാൻ പറഞ്ഞേക്കാം. That doesn't mean because you have wisdom you can have many wives. അതൊന്നും പറഞ്ഞ് നടക്കാനൊക്കത്തില്ല. ജ്ഞാനം, Wisdom. ശലോമോനെ എല്ലാവർക്കും ഇഷ്ടമായതിന്റെ പുറകിലുണ്ടായിരുന്ന ഒറ്റ കാര്യം അവന്റെ ജ്ഞാനമായിരുന്നു. The reason why Solomon was so popular was his wisdom. സമാധാനം ജ്ഞാനത്തിന്റെ ഒരു ലക്ഷണമാണ്. സമാധാനമുള്ളവരുടെ കയ്യിലെ പൈസ ഇരിക്കത്തുള്ളൂ. A sign of wisdom is peace, and those who are peace will have money in their hands. അല്ല മുച്ചിട്ട് കളിക്കാരനായിട്ട് മാറും. സമാധാനം ഇല്ലെങ്കിൽ മുച്ചിട്ട് അവിടെ വെക്കണം, ഇവിടെ വെക്കണം, അവിടെ ഇട്ട് അവസാനം ബാങ്കും പൊട്ടിപ്പോയി, എല്ലാം പൊട്ടി, നമ്മൾ ആടെ പൊട്ടി പാളിസായിട്ട് കിട്ടിക്കും. Otherwise you will be like a gambler, you put money here and there, finally you lose everything. everything. രാജാവേ ഒന്ന് വെച്ചാൽ എത്ര കിട്ടും, നമ്മളും വെച്ചു ഒന്നും കിട്ടിയുമില്ല. It's like gambling, you keep it here, you might get something else, finally you lose everything. ജ്ഞാനം വലിയൊരു കാര്യമുണ്ട്, വലിയ ധനമാണ് ജ്ഞാനം. Wisdom is a great rich. സമാധാനമുള്ളവരുടെ കയ്യിലെ പൈസ ഇരിക്കത്തുള്ളൂ കേട്ടോ, സത്യമായിട്ട് ഞാൻ പറയാം. Only those who are നമ്മളൊന്ന് peace will be പാനിക്ക് able to വെപ്രാളപ്പെട്ട് retain പൈസ money. എതുവഴിയാ പോകുന്നതെന്ന് അറിയത്തില്ല, മനസ്സിലാകത്തില്ല. If you panic, you will lose money. അത് രാജ്യമായാലും വ്യക്തിയായാലും ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് സമാധാനമുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വരണം, എല്ലാവർക്കും ഉണ്ടാക്കണം. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഫൈനാൻസ് എന്ന് പറയുന്നത് ധനത്തിനകത്തൊരു വലിയൊരു മാറ്റം സംഭവിക്കണം. You all need to have to experience a financial breakthrough. മറ്റൊരു കാര്യം പറയാം, ഭാര്യയോട് വഴക്കുണ്ടാക്കിയാൽ പൈസ ഓടിപ്പോവുകയും ചെയ്യും. If you're going to fight with your wife, you will lose money. ആരെല്ലാം ഭാര്യമാരോട് വഴക്കുണ്ടാകുന്നു പൈസ ഇറങ്ങി അതിന്റെ പാട്ടിന് പോകും. If you're going to fight with your wives, money will get out സിവിൽ of വാർ your house. കണ്ടിട്ടില്ലേ? ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ, സിവിൽ വാർ ഒക്കെ ഉണ്ടാകുമ്പോൾ എക്കണോമി കണ്ടില്ലേ, പെട്ടെന്ന് സാമ്പത്തികമെല്ലാം താഴെ വരും. റെസിഷൻ എന്നൊക്കെ നിങ്ങൾ വാക്കുകൾ കേട്ടിട്ടില്ലേ? സാമ്പത്തിക മാന്യത പറയത്തില്ലേ? See, if there is a civil war in a nation, there will be an economic crisis. അന്നേരം ഉപയോഗിക്കുന്ന വാക്ക് സിവിൽ അൺട്രസ്റ്റ് എന്ന് പറയാം. സ്വസ്ഥതയില്ല, രാജ്യത്ത് യാതൊരു സമാധാനമില്ല, രാജ്യത്തൊന്നും നടക്കത്തില്ല. ഇപ്പൊ there is no peace in the nation and you call it അമേരിക്കയിൽ civil പ്രസിഡന്റ് unrest. ഇലക്ഷൻ നടന്നപ്പോഴേ ലോകം മുഴുവനും ഒന്ന് ബ്രേക്ക് പിടിച്ചു നിന്നു. ഒരു പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്നതിന് ലോകം മുഴുവൻ, എക്കണോമി മുഴുവൻ ഇങ്ങനെ നിൽക്കുക. എന്തോ തീരും, ട്രംപ് വരുമോ, കമല വരുമോ, ആര് വരും? എടാ കുഞ്ഞ്, യേശു നിന്റെ അകത്ത് വന്നെന്ന്. Because of a US presidential election, the economy was at a standstill. നിങ്ങൾ നോക്കിയേ, മണി ഹേറ്റ്സ് കയോസ്. ഈ ബഹളങ്ങളൊന്നും പൈസക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. Money hates chaos. മനസ്സിലായി? ഈ ബഹളം ഉണ്ടായിക്കൊണ്ടിരിഞ്ഞാൽ പൈസ ഇറങ്ങിയാൽ പാട്ടിന്. If you're going to make if you're going to have a chaotic life, money will just leave you. Always peace with God, peace with people. നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരോട് സമാധാനത്തിലിരിക്കുക, ദൈവത്തോട് സമാധാനത്തിലിരിക്കുക. Always be at peace with God and peace with people. Then you will be highly favored. ഏറ്റവും ഉന്നതമായിരിക്കുന്ന കൃപയ്ക്കകത്ത് നിങ്ങൾ ഇരിക്കുന്നതായിട്ടിരിക്കും. When you are at peace with God and people, then you will be highly favored. ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. Stay away from troubles. ധനം നഷ്ടമാകാതിരിക്കും. Then you will not lose money. Because disputes are everywhere. എല്ലായിടത്തും ഈ പറയുന്ന പോലെ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ ഉണ്ട്. Everywhere you see disputes. Be at peace. സമാധാനത്തിലിരിക്കുക. At home, വീട്ടിനകത്ത്, ജോലിയിലൊക്കെ സമാധാനത്തിലിരിക്കുക. ഏത് കസേരയിലായിരുത്തി അവിടെ സമാധാനത്തോടൊന്നും ഇരുന്നേ. Wherever you are at home or office, be at peace. ഒരു കസേരയിൽ പിടിച്ചിരുന്നേ ഇരിക്കത്തില്ല. ഇരിക്കുന്ന പറഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ തോന്നും. പഴയ നിയമത്തിനകത്ത് 613 കൽപ്പനയുള്ളൂ. Old Testament had 613 പുതിയ laws. നിയമത്തിനകത്ത് 1050 ഇൻസ്ട്രക്ഷൻസാ. New Testament has 1050 instructions. ആർക്കും രക്ഷപ്പെടാൻ ഒക്കത്തില്ല. No one can do it. കൃപയാൽ By grace. ഒരുത്തൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. Somebody is with us to help അല്ലെ us. പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് എല്ലാം കൂടെ എപ്പോഴാ പോകേണ്ടതെന്നറിയാം. Otherwise we would have been destroyed. അതിന്റെ പേരാ long കൃപയെന്ന് back. പറയുന്നത്. That is called grace. വെറുതെ മിടുക്ക് പറയല്ലേ, Don't ഒരു act മിടുക്കം smart. പറയല്ലേ. അവന് ജ്ഞാനമായി നമ്മളിലേക്ക് വന്നവനാണ്. He has come down to us as wisdom. 1 കൊരിന്ത്യർ 1:30 എഴുതിയിരിക്കുന്ന നമ്മൾ എവിടെ ഇരിക്കുന്നു? നമ്മൾ ക്രിസ്തയേശുവിൽ അവനിൽ ഇരിക്കുന്നു. ദൈവത്തിങ്കൽ ക്രിസ്തയേശുവിൽ കൂടി കയറി നമ്മൾ ഇരിക്കുന്നവരാണ്. 1 Corinthians 1:30, we are seated with him in നിന്റെ Christ. ജ്ഞാനവും എന്റെ നീതിയും. ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങളോ അവനാൽ ക്രിസ്തയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പുമായി തീർന്നു. അതാണ് നമ്മൾ. He has become our righteousness, redemption, sanctification and wisdom. ഇനി ഒന്നുകൂടെ നോക്കി, കൊലോസ്യർ 3:3 കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തയേശുവിൽ കൂടി ദൈവത്തിങ്കിൽ മറിഞ്ഞിരിക്കുകയാണ്. Colossians 3:3 says that we are hidden with God in Christ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ അല്ല,
നമ്മൾ ദൈവത്തിങ്കിലുള്ളവരാണ്. We are not ourselves, we are in God. അത് മനസ്സിലാക്കണം. We need to understand that. അതുകൊണ്ടാണ് നിങ്ങളുടെ ബിസിനസിനെ നോക്കി, നിങ്ങളുടെ വീടിനെ നോക്കി ഷാലോം വിളിച്ചു പറയണം, സമാധാനം. Why you have to speak shalom to ഇന്ന് your അങ്ങനെയുള്ള business, your പ്രശ്നങ്ങളെല്ലാം home. ഫ്രീ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. In Jesus' name, all the troubles will be gone. May it be resolved by God's grace. ദൈവത്തിന്റെ കൃപയാൽ ഇന്നതെല്ലാം ക്രമമായി തീരട്ടെ യേശുവിന്റെ All the നാമത്തിൽ. troubles be resolved by God's grace. നല്ല ക്വാളിറ്റി റിലേഷൻഷിപ്പ് കാണാൻ വേണമെന്ന് ആഗ്രഹിക്കണം. ക്വാളിറ്റി, ചുമ്മാ വെറുതെ ചക്കള അങ്ങനത്തെ റിലേഷൻഷിപ്പിന് പോകരുത്. ക്വാളിറ്റി. You need to desire quality relationships at home. സോളമനെ നോക്കിയേ, സോളമൻ എവിടുന്നാ വരുന്നത്? തെക്കേ രാജ്ഞിയായിരിക്കുന്ന ഷേബ ക്യൂൻ ഷേബയുമായിട്ടാണ്. അങ്ങനെ കിങ് ക്യൂൻ കണ്ടില്ലേ? Where is Quality Solomon coming from? The queen Quality. of Sheba is Quality coming. of That is quality relationship. സദൃശവാക്യം 31-ാം അധ്യായം എഴുതിയിരിക്കുന്ന ലെമുവേൽ എന്ന് പറഞ്ഞ രാജാവാണ്. Proverbs 31 talks about Lemuel, Solomon's friend. അവര് തമ്മിൽ ക്വാളിറ്റി റിലേഷൻഷിപ്പാണ്. He had a friendship with റോയൽ Lemuel. ഫ്രണ്ട്ഷിപ്പ്, They had a royal friendship. ഗോഡ്ലി ഫ്രണ്ട്ഷിപ്പ്. Godly friendship. ദൈവികത്വം അല്ലാത്ത ഒരു കൂട്ടുകെട്ടിലും പോകരുത്. Don't get into any friendship which is not godly. നിങ്ങൾ മനസ്സിലായി? പലപ്പോഴും നമ്മുടെ കൂട്ടുകാരാരാ? ചുമ്മാ വെറുതെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെ കൂട്ടരുത്. തോളത്ത് കൈയിടരുത്. ഗോഡ്ലി ഫ്രണ്ട്ഷിപ്പിനകത്ത്, ദൈവികമായ കൂട്ടുകെട്ടിനകത്ത് നീ വരാവൂ. Don't be part of an ungodly friendship. പല പിള്ളേരും വന്ന് എന്നോട് ചോദിക്കും, അതെങ്ങനെ നീ ആരാണെന്ന് നിനക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തത് നിന്റെ ഫെയിലിയർ. Many children ask me, your failure is that you're not able to reveal who you are. 50 പേര് നിന്റെ ക്ലാസ്സിലുണ്ടെങ്കിൽ നീ ഒറ്റ വ്യക്തി മതി. ദൈവമഹത്വം നിന്നിലാ വ്യാപരിക്കുന്നത്. If there are 50 people in the class, through you, നീ അപ്പൊ എന്നാ ചെയ്യാ? നീ നിന്റെ അത് ഊരി അവിടെ വെച്ച് അവന്മാരെ എടുത്ത് നീ അങ്ങോട്ട് ഇടാൻ തുടങ്ങുന്നുണ്ടെ അവരിൽ ഒരാളായി മാറി. You leave your glory there and you're wearing their costume. ദൈവമഹത്വത്തിന്റെ അടുക്കൽ അങ്ങനെ ആർക്കാണ്ട് വരാൻ പറ്റുമോ? നീ മഹത്വത്തിന്റെ ഉടുപ്പ് എടുത്ത് ഊരി സൈഡിലോട്ട് വെക്കും. You have removed your robe of robe of glory. righteousness, robe of glory എല്ലാം എടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അവന്റെ തോളെ കൈയിട്ടുണ്ട്. അവൻ പറയുന്നിടത്തോട് നീ പോകും. And then you're walking away your friends and going in their ways. വാസ്തവത്തിൽ ആ 49 ആണോ നിന്റെ പുറകെ വരേണ്ടതാ. The other 49 are supposed to follow you. യേശു നിന്ന് പ്രസംഗിക്കുമ്പോൾ കണ്ടില്ലേ, എല്ലാം കൂടെ ഓടിക്കേറി വരുന്ന കണ്ടില്ലേ? See how when Jesus was preaching, the പാവം crowd യേശു flocked ഒരു to him. പിക്നിക്കിന് പോകാൻ വേണ്ടി ബോട്ട് എടുത്ത് പോയപ്പോൾ ബോട്ട് എടുത്തോണ്ട് എല്ലാം കൂടെ കർത്താന്റെ പുറകെ പോവാ. Even when Jesus took a boat, everybody followed him. ഇവിടെ തേക്കടിക്ക് ഒന്ന് പോകാൻ വിചാരിച്ച യേശു ഉടനെയാണ്ട് ഇവിടുന്ന് എല്ലാം കൂടെ കുറ്റിയും പറിച്ചോണ്ടാ യേശുവിന്റെ പുറകെ. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ മഹത്വം ഉള്ളതിന്റെ പിന്നാലെ എല്ലാം കൂടും. Because those who are filled with glory, people will follow him. Hallelujah. Hallelujah. അതുകൊണ്ട് നീ പഠിക്കുന്ന നീ ചുമ്മാ വെറുതെ അവതായും പറഞ്ഞ ചുമ്മാ അവന്റെ ഒന്നും അതും ഇതും കണ്ടോട്ട് നടക്കരുത്. ഫോണിനകത്ത് നീ ഒളിഞ്ഞിരുന്ന് നോക്കുക, കാണുക. If you are a student, don't do unnecessary things with the phone. കാര്യം നീ മഹത്വമുള്ളവനിലാണ്. Because you are with the one who is filled with glory. കിങ് ലെമുവേൽ കണ്ടില്ലേ, ആ ഫ്രണ്ട് ഓഫ് സോളമനെ നിങ്ങൾ ശ്രദ്ധിച്ചു. ലെമുവേലിന്റെ അമ്മ ഉപദേശിച്ചെന്ന് പറഞ്ഞിട്ടാ 31-ാം അധ്യായം ആരംഭിക്കുന്നത്. 31st Proverbs begin by saying, എന്റെ പൊന്നു മോനെ, ഞാൻ നിന്റെ കൂട്ടുകാരുടെ പേര് എഴുതിയിട്ട് നീ തന്നെ ഒന്ന് നോക്കിയേ, ആരൊക്കെയാ നിന്റെ കൂട്ടുകാർ? look at your friends list and see who are your friends. സഹോദരിമാരെ, നിങ്ങളെല്ലാം നിങ്ങളുടെ കൂട്ടുകാരും 4-5 പേരുടെ പേര് എഴുതിയിട്ട് നോക്കി ഈ പുള്ളികളൊക്കെ ആരാന്ന് നോക്കുക. Write the name of 4 or 5 of your friends and see what kind of people you are associating with. ആരെയാണ് കേൾക്കുന്നത്, ആരെയാണ് കാണുന്നത്? Whom are you listening to and associating with? അവരാണ് നമ്മുടെ ഭാവി. That is your future. നിങ്ങളുടെ ഭാവി എങ്ങനെ മനസ്സിലാക്കുന്നത്? കൂടെ നടക്കുന്നവരെ കണ്ടാ അറിയാം. Look at people walking with you, then you will know your future. ഏത് ക്ലാസ് ഓഫ് ആൾക്കാരുടെ കൂടെ നമ്മൾ നടക്കുന്നത്? With what class of people are you walking with? ചിലർ കണ്ടില്ലേ, ഭയങ്കര അങ്ങ് ഇത് കർത്താവിനെ അറിഞ്ഞപ്പോഴേ നിന്റെ സ്റ്റാൻഡേർഡ് കൂടി. When you came to know the Lord, your standard increased. കർത്താവിനെ അറിഞ്ഞ അന്ന് തൊട്ട്, നീ അറിഞ്ഞ അന്ന് തൊട്ട് പണ്ടേ കർത്താവ് നിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടി വെച്ചിരിക്കുക. നിനക്കത് മനസ്സിലായി. ഇപ്പൊ നീ അറിഞ്ഞു കഴിഞ്ഞോണ്ട് നിന്റെ സ്റ്റാൻഡേർഡ് നീ വർദ്ധിപ്പിച്ചോണം. You must increase your standard from the time you knew the Lord. ആവശ്യമില്ലാത്തവരോട് തോളെ കൈയിട്ട് നടന്നു കഴിഞ്ഞാൽ നീ അതുപോലെ ആയിപ്പോത്തേ ഉള്ളൂ. Don't hold hands with unnecessary people. You will become like them. വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ എവിടെ ഇരുന്നാ കേൾക്കുന്നത്? You hear such things from the church. അതാണ് പറയും, ഇതൊക്കെ പാസ്റ്റർമാർക്ക് ഒരു പണിയില്ല, ചുമ്മാ വെറുതെ വേസത്തിലെ ഓരോന്നെടുത്ത് വെച്ച് അങ്ങനെ ഇരിക്കത്തുള്ളൂ. You say that pastor is jobless, making all these things. അങ്ങനെ ചിന്തിച്ചാ അങ്ങനെ ഇരിക്കും. അങ്ങനെ ചിന്തിച്ചാ if that's what you're going to think, you will remain that. ആമേൻ. ഈ ഫ്രണ്ട്സിനെ ശ്രദ്ധിക്കണം. സംടൈം they can add something to you. ഒന്ന് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. Subtract to your life. They can do that. Watch your friends. They can add or subtract from your life. നമ്മുടെ ജീവിതത്തിനകത്ത് കൂട്ടുന്നവരാണോ കൂടെ ഉള്ളത്, അതോ കുറച്ച് കളയുന്നവരാണോ? People along with you are increasing your life or decreasing it. ചില ആൾക്കാരെ കൂടെ കൂട്ടാൻ കൊള്ളത്തില്ല. ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ചില അതിനെ കൂടെ കൂട്ടാൻ കൊള്ളത്തില്ല. അവരവിടെ ഇരിക്കട്ടെ.
You cannot associate with certain people. അതുകൊണ്ട് ഇന്ന് ഒരു ആഗ്രഹവും തീരുമാനം ഉണ്ടാകുക, ഞാൻ ആരുടെ കൂടെ നടക്കുന്ന, എൻ്റെ കൂട്ടുകാരൊക്കെയാണ്. Who are my friends? Whom should കൂടെ I walk കൂട്ടാൻ with? കൊള്ളാത്തവരുടെ കൂടെ നടക്കാതിരിക്കുക. Better not to walk with people who cannot. ജ്ഞാനമെന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവായ, ക്രിയേറ്റീവായിരിക്കുന്നത്, സൃഷ്ടിക്കുന്നതാണ്, ഉൽപാദനക്ഷമതയുള്ളതാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. Wisdom is creative and productive. ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും. People want money. പക്ഷെ ആഗ്രഹിക്കുന്ന നല്ല പ്രശ്നം, നിനക്ക് ആ ക്രിയേറ്റീവ് വാല്യൂ, ആ കാര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുവാൻ നിനക്ക് പറ്റുന്നുണ്ടോ കിട്ടിയ സാഹചര്യങ്ങളിൽ കൂടി? Are you able to create things through the situations God places you in? ജോലി ആയിരിക്കാം, ബിസിനസ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം, അതിനകത്ത് ക്രിയേറ്റീവ് വാല്യൂ, ക്യാൻ യു ക്രിയേറ്റ് വാല്യൂ ഫോർ ദാറ്റ്? നിനക്ക് കിട്ടിയിരിക്കുന്നതിനകത്ത് ഒരു വില ഉണ്ടാക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? Can you create value in the areas God has placed you in? സദൃശവാക്യം 8:12. Proverbs 8:12. അതിനകത്തൊന്ന് എഴുതിയിരിക്കുന്നത്, ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാകുന്നു. ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു. Proverbs 8:12 says, ജ്ഞാനം I എന്ന wisdom dwell with prudence and find out knowledge ഞാൻ and ഇതിങ്ങനെ discretion. പറയാം, ജ്ഞാനമെന്ന് പറയുന്ന കർത്താവ് പാർപ്പിടമാക്കിയത് ആരെയാണ്? Where did God make his dwelling place? കർത്താവ് ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? Where is he? ഞാൻ സൂക്ഷ്മ ബുദ്ധിയിൽ ജീവിക്കണമെന്നാണ്. That means I have to live with prudence. കാര്യം when he is in me, എൻ്റെ അകത്ത് കർത്താവ് ഇരിക്കുമ്പോൾ എനിക്ക് ആ സൂക്ഷ്മ ബുദ്ധി വരേണ്ടത്. When the Lord is with me, I must be prudent. അതുപോലെ തന്നെ ജ്ഞാനമെന്ന ഞാൻ ആരുടെ കൂടെ ഞാൻ വസിക്കുന്നത്, ആരുടെ കൂടാണ് ഞാൻ നടക്കുന്നത്, With whom am I dwelling? അത് നമ്മൾ ശ്രദ്ധിക്കണം. I must be careful. ബേസിക് നീഡ് ഉണ്ട്, എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. മത്തായി 6:31 പറയുന്നത്, എന്തോ തിന്നും, എന്തോ കുടിക്കും, എന്തോ ഉടുക്കും, അതൊക്കെ ബേസിക് നീഡാണ്, മനുഷ്യന് ആവശ്യമാണ്. Matthew 6:33 talks about the basic needs of a man, what to eat, what to drink. അതിനകത്തോട് കൂടുതൽ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോകത്തുള്ളൂ. If you're going to focus only on that, you will go behind അതുകൊണ്ട് it. കർത്താവ് പിന്നെയും പറയുന്നത്, നീ അത് ഓർത്ത് വിചാരപ്പെടരുതെന്നാ പറയുന്നത്. എന്തോ തിന്നു, അയ്യോ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എന്തോ അച്ഛൻ ഇന്ന് എന്നെ ഉണ്ടാക്കി കൊടുക്കും, സൺഡേ അല്ലേ, എലൈറ്റ് ബ്രെഡ് ഇരിക്കട്ടെ, സൈഡ് വെട്ടി, എലൈറ്റ് ബ്രെഡിന്റെ സൈഡ് വെട്ടി ഷേപ്പ് വരുത്തി, പിന്നെ പുള്ളിക്കൊരു ഇത് വരാൻ വേണ്ടി ഒരു ഹാർട്ട് ഷേപ്പ് ആക്കും, വെട്ടിക്കളഞ്ഞു, അത്രയും വേസ്റ്റ് ആക്കി. പുള്ളിക്ക് ഒരു ഹാർട്ടും വരത്തില്ല ഇത് കാണുമ്പോഴേ, ഹാർട്ടിനവിടെ പൊട്ടിത്തെറിക്കാനാണ് തോന്നുന്നു ഇത് കാണുമ്പോൾ, എൻ്റെ കളിപ്പീര് പരിപാടി കാണുമ്പോൾ. എൻ്റെ നടുക്കൊരു ഈർക്കിലും കുത്തും, അതിൻ്റെ ഇടയ്ക്ക് കുറേ സവാളയും തക്കാളിയും കുറേ ചീരയിലും എല്ലാം കൂടെ വെച്ച് ഭയങ്കരം പുള്ളിയാന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി നടുക്ക് അത് ഇളകിപ്പോയിരിക്കാൻ ഈർക്കിലും കുത്തി പാവം എടുത്ത് ഒറ്റ കടി ഇങ്ങനെ അണ്ണാക്കി കൊണ്ടൊരു വായം തുറക്കാൻ വയ്യും. എൻ്റെ ഹാർട്ടെല്ലാം അന്നേരം പൊട്ടി താഴെ പോകും. Many women have trouble. ടൈം അടിച്ചു വെച്ചിട്ടാ പറയുന്നത്. Trouble with what to make, what to cook, and then finally you cook. നമുക്ക് ആ പടിച്ചിട്ട് തൈര് കിട്ടിയാൽ മതി, അന്നേരം ഹാർട്ട്. എന്തോ തിന്നും ഇന്ന് രാവിലെ, What to eat today morning? എന്തോ കുടിക്കും, ഇനിയിപ്പോ ഭയങ്കര പ്രശ്നമാകും, എന്തോ കുടിക്കും. Then what to drink today? സ്വിഗ്ഗിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ ഉടനെ ഓർഡർ ചെയ്ത് കുടിക്കാനുള്ളത് അരമണിക്കൂർ കഴിയുമ്പോൾ വീട്ടിൽ വരും. Because we have Swiggy, we can order. ചായ വരെ ഓർഡർ ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ. There are people who even order tea. കാര്യം പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് വീടെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം, അതുകൊണ്ട് അടുപ്പും കത്തിക്കുന്നില്ല ഇപ്പോൾ. The house should be clean, so we are not even ഡ്രസ്, lighting നിങ്ങൾ up ഇടുന്ന our gas. ഡ്രസ്സ്, പാസ്റ്റർ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഏപ്രനേലും അതിന്റെ താഴത്തെ ഇതേലും മാവിന്റെ ദോശയുടെ മാവ് ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ്, നമുക്ക് ഈ പണിയേ വേണ്ട, അങ്ങ് ഓർഡർ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. That is all you have. അത് ഓർത്തുകൊണ്ട് ഇപ്പോഴേ ഇവിടുന്ന് ചിന്തിക്കേണ്ട, ഇത് You കേൾക്കണം. don't have to worry about all that. Please നമ്മൾ listen to ഒന്നിനെ me. കുറിച്ചും ചിന്തിക്കേണ്ടെന്ന് യേശു കർത്താവ് പറഞ്ഞു. Jesus says, don't worry about anything. Why you worry about all these things? നിനക്ക് ഒരു മുഴം കൂട്ടാനോ ഒരു മുഴം കുറയ്ക്കാനോ പറ്റത്തില്ല, ചിന്തകളെ എടുത്ത് കള. You don't have to worry about any of these things. You cannot add one cubit. ക്രിയേറ്റീവ് ശലോമോനെ ശ്രദ്ധിച്ച സൂപ്പർ ക്രിയേറ്റീവ്, മേൽത്തരമായ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നവനായിരുന്നു ശലോമോന്. Solomon was someone who was super creative. നമ്മൾ അങ്ങനെ ആയി തീരണമെന്ന് യേശു We കർത്താവ്. must be that way. ശലോമോനൊന്നും യേശു കർത്താവൊന്നുമില്ല. Solomon did not have Christ. We have Christ with us. മനസ്സിലായോ? അവര് ദൈവിക ജ്ഞാനത്തെ എങ്ങനെ ഉപയോഗിച്ചു, അതുപോലെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷകനായി സ്വീകരിച്ച ഞാനും നീയും എത്ര പ്രൊട്ടക്റ്റീവായിട്ടിരിക്കേണ്ടിവരാ. എല്ലാവരും എന്തായിരിക്കണം, ഏറ്റവും കഴിവുള്ളവരായിട്ടിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. God wants us all to be able. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. ശലോമോൻ എങ്ങനെയായിരുന്നു?
How was Solomon? ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. Very അത് creative. നമ്മൾ 1 രാജാക്കന്മാർ 4:32 കണ്ടില്ലേ? എത്ര പാട്ടാ എഴുതിയത്? 1 Kings 4:32 we see 3000 പ്രോവർബ്സ്, 3000 ജ്ഞാനസൂക്തങ്ങൾ proverbs, 3000, 1005 എത്ര പാട്ടുകൾ എഴുതി. 1005 hymns. കണ്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നാ ചെയ്തു? What did you do after knowing the Lord? ചോദിക്കും, സ്വയമേ ചോദിച്ചു എന്തോ ചെയ്യാൻ പറ്റി? What could you do after knowing the Lord? 1005 പാട്ട് എഴുതിയെന്ന്. 1005 hymns. ഇതൊക്കെ കിട്ടിയത് ഇത്രയൊക്കെ കാണത്തുള്ളായിരിക്കാം, ഇതൊക്കെ കളക്റ്റീവായിട്ട് കിട്ടിയതായിരിക്കും. എന്തോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. What can we do? What have And we he done? spoke 3000 proverbs. കാര്യം ജ്ഞാനത്തിന്റെ സൂക്തങ്ങൾ 3000 ജ്ഞാനസൂക്തങ്ങളാണ് പറഞ്ഞത്. 3000 proverbs he spoke. അപ്പൊ അതാ ക്രിയേറ്റീവ് ആയിട്ട് കർത്താവിനെ അറിയുമ്പോഴത്തേക്കും നമുക്ക് ക്രിയേറ്റിവിറ്റി കൂടുകയാണ്. നമ്മളിൽ അകത്ത് ചിലതിനെ സൃഷ്ടിക്കാൻ പറ്റും. When we come to know the Lord, our creativity increases. നമ്മൾ പറയും, നമ്മൾ പാസ്റ്റിലേക്കാ ചോദിക്കും, എനിക്ക് അതിനൊന്നും കഴിവില്ല, എന്നെ കാണാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ കഴിവ് കെട്ടവരായിരിക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ലെന്നേ. God doesn't want to be unproductive that way. ഇന്ന് മോളെ ജൂലിയൻ വന്നെന്ന് പറഞ്ഞാൽ സ്ട്രഗിളാണ്. പിള്ളേരെ എടുത്ത് ബസ്സിൽ കയറി വരികയെന്ന് പറഞ്ഞാൽ വലിയ സ്ട്രഗിളാണ്. പക്ഷെ ആ സ്ട്രഗിളിനെ ദൈവം ഓണർ ചെയ്യും. God will honor the struggle of Juliet coming here with the അങ്ങനെ children. വന്നുകൊണ്ട് ഞാൻ പറയുകയല്ലേ, നമ്മൾ പലപ്പോഴും നമ്മുടെ കൺവീനിയൻസ് ഒന്നും ഇതിനകത്ത്. നീ കർത്താവിനെ അറിഞ്ഞാണെങ്കിൽ നീ ചത്ത് നിന്നോണം, അങ്ങോട്ട് ഇടിച്ചു കയറി നിന്നോണം. We often go after convenience, but there's nothing about convenience. You have to take it by force if you have known the Lord. സൂമിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂമിൽ ഇരിക്കാമെന്നേ ഉള്ളത് കണ്ടല്ലോ. സൂമിനകത്ത് നല്ലൊരു ശതമാനം ക്യാമറ ഓൺ ആക്കത്തില്ല. കാര്യം അവർ മറ്റു കാര്യങ്ങളിനകത്ത് എൻഗേജ്ഡാ. Most people on Zoom do not switch on the camera because they are engaged with other things. അങ്ങനെ വീട്ടിലിരിക്കല്ലേ, ഇത് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ പാസ്റ്ററോട് നോക്കുന്നവരുടെ നമ്മളുണ്ട്. നമ്മളവിടെ മറഞ്ഞു കുത്തിക്കിടന്നവിടെ പണിയായിരിക്കും. എനിക്ക് സത്യത്തിൽ സൂമിനകത്തൊന്നും ക്യാമറ ഓണാക്കാത്തവരുടെ എനിക്ക് വലിയ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കരുത്. കാര്യം അത് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. കാര്യം അറ്റൻഷൻ ഇല്ല. അതിൽ നല്ലത് കയറായിരിക്കുമോ? It's better that you don't join Zoom instead of being there and switching on എന്തിനാ camera. നമ്മൾ ഇങ്ങനത്തെ സൗകര്യങ്ങൾ? ദൂരെ ഇരിക്കുന്നവർക്ക് ഈ സൗകര്യം പറഞ്ഞാൽ അവരത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാ. We have all these facilities that you will make use of it. നമ്മുടെ അറ്റൻഷൻ, കാര്യം നമ്മൾ അറ്റൻറ്റീവായി ഇരുന്നിട്ട് നമുക്ക് കാര്യം നടക്കുന്നില്ലെന്ന്. Being attentive also, നമ്മൾ ശ്രദ്ധയോടെ ഇരുന്നിട്ട് നമുക്ക് കാര്യം നടക്കുന്നില്ല. we are not able to do things. അപ്പൊ ശ്രദ്ധിക്കാതിരുന്ന എങ്ങനെ ഇരിക്കും? What happens if you are not തോന്നിയതുപോലെ attentive? ജീവിച്ചാൽ എങ്ങനെ ഇരിക്കും? You live the way you want. നമുക്ക് വേണ്ട ക്രിയേറ്റീവ് ഐഡിയാസ് വേണ്ട, നല്ല 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 ചിന്തകൾ വരണ്ടായോ, സൃഷ്ടിക്കുന്ന നല്ല ചിന്തകളിലേക്ക് വരണ്ടായോ. We also need to step into creativity and creative നമ്മുടെ ideas. അകത്തുനിന്ന് ജ്ഞാനസൂക്തങ്ങൾ വരണ്ടായോ, നല്ല വാക്കുകൾ വരണ്ടായോ. Good words have to come out of our mouth. ഇപ്പോഴും പൂരപ്പാട്ട് പാടിക്കൊണ്ട് നടത്താൻ എങ്ങനെ ഇരിക്കുന്നു? If you're still singing wrong songs, how would it be? ഞാൻ പേഴ്സണലി എൻ്റെ കയ്യിൽ കിട്ടുന്നവരെയൊക്കെ ഞാൻ അഡ്വൈസ് ചെയ്യും, കുഞ്ഞെ അങ്ങനല്ല, ഇത് ഇങ്ങനെയാണ്, യു ഗോ ഇൻ ദിസ് വേ, ഗോഡ് വിൽ പ്രോസ്പർ യു, ദൈവം നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് അത് മനസ്സിലാക്കണ്ട. Those who are connected to me, I will advise them, go this way, God will കാര്യം help you multiply. എൻ്റെ പേര് തന്നെ ഉപദേശിക്കുന്നവരായതുകൊണ്ട് ഞാൻ ഉപദേശിക്കും. എൻ്റെ കൈ കിട്ടുന്നവരെ ഞാൻ ഉപദേശിക്കും. Those who come to me, I instruct them. Whether they like, അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഉപദേശിക്കും. ഉപദേശിക്കുന്ന എന്തിനു വേണ്ടിയാ? നീ എങ്ങനെങ്കിലും വല്ലച്ചാദ്യം ഗുണം പിടിക്കാൻ വേണ്ടിയല്ലേ ഉപദേശിക്കും. Whether they like it or no, I will still advise them. അപ്പൊ അതിനകത്തുനിന്ന് അകട്ടില്ലേ, അതിനകത്തുനിന്ന് ഐഡിയാസ് വരണം. നിനക്ക് ഐഡിയാസ് ഉണ്ടാകണം. Through that you should get ideas. നല്ല ചിന്തകൾ വരണ്ടായോ. Good thoughts should come out. ചിന്തയെന്ന് പറയുമ്പോഴേ നോക്കണം, റിസൾട്ട് ഓഫ് എ കൺസേൺ. നമ്മുടെ ആ ആശങ്കയുടെ ഫലമായി ചിന്തകളൊക്കെ നല്ല ചിന്തകൾ വരുന്നത്. അയ്യോ ഞാൻ അങ്ങനെ അല്ലല്ലോ പോകേണ്ടത്, അപ്പൊ പിന്നെ എങ്ങനെ പോകണം? അതാ ആ ചിന്തയ്ക്കകത്തുനിന്ന് നല്ല കാര്യങ്ങൾ ഉണ്ടായി വരുന്നു. Good thoughts are a result of a certain How I concern. should be, ഞാൻ എങ്ങനെ ആയിരിക്കണം. ആ ചിന്ത എനിക്ക് വരാതെ എങ്ങനെ പറ്റുന്നു? ഐഡിയ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, ഞാൻ എങ്ങനെ ആയിരിക്കണം. You should have good thoughts about how I should be, and then the right results will come. ഐഡിയ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇൻവിസിബിൾ സൊല്യൂഷൻ ഫോർ എ വിസിബിൾ പ്രോബ്ലം. കാണുന്ന പ്രശ്നങ്ങൾക്ക് കാണാത്ത പരിഹാരം നിന്റെ അകത്തിരിക്കുകയാണ്. ചിന്തിക്കുക നീ. Ideas are invisible solution for a visible problem. നമ്മുടെ എളുപ്പവഴിയാ നോക്കുന്നത്, ഈ ഷോർട്ട് കട്ട് വൈസ് അല്ല നോക്കേണ്ടത്. നിന്റെ ജ്ഞാനം കൊണ്ട്, നിന്റെ വിവേകം കൊണ്ട് നീ അതിന് പരിഹാരം ഉണ്ടാക്കണം. Through your wisdom, you must create a solution to things. Ideas are like, inventing things. പുതിയ കാര്യങ്ങളെ കണ്ടെത്തുന്നത് ഈ ഐഡിയ എന്ന് പറയുന്നത്. ചിന്ത അതിരിക്കണം. ചിന്ത. Ideas are inventing new things. അതിന് ഞാൻ ഈ ബൈബിളും കൊണ്ടൊക്കെ വരാൻ പറയുന്നത്. That's why ഞാൻ പറയുന്നതിൽ എഴുതിയെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ട്. Is there any point noting down? നാളത്തെ ഒരു മെസ്സേജിനകത്ത് ഇത് വരും. Tomorrow this will come in your message. കോപ്പിറൈറ്റ് വല്ലതും വെച്ചിട്ടുണ്ടോ? I don't have any copyright. ഒരു കോപ്പിറൈറ്റ് അങ്ങനെ കോപ്പിറൈറ്റ് വെച്ചിരുന്ന മത്തായി മർക്കോസ് ലൂക്കോസ് വല്ല എഴുതി അവർ എന്തുമാത്രം കാശ് റോയൽറ്റി ഇപ്പൊ നമ്മുടെ വാങ്ങിച്ചു. Matthew, Mark, Luke did not have a copyright. ഒരു കോപ്പിറൈറ്റും ഇല്ല ആർക്കും വേണേലും. പക്ഷെ നീ ശ്രദ്ധയോ, കാര്യം നിന്റെ ജീവിതത്തിനകത്ത് ഇത് ആപ്ലിക്കബിൾ ആകുന്നു, പലരുടെ ജീവിതത്തിനകത്ത് നീ കൈമാറ്റം ചെയ്യും.
If it is applicable in your life, you can hand it over to many others. പ്രോസ്പെരിറ്റി ഡ്രിവൺ ഐഡിയാസ് വരണം. We must have, സമ്പന്നത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മേൽത്തരമായ ജീവിതത്തിന്റെ അങ്ങനെ ഉണ്ടാകുന്ന ചിന്തകൾ വരണം നമ്മുടെ അകത്ത്. we must have prosperity driven ideas. വാല്യൂ ഡ്രിവൺ ഐഡിയാസ്. വിലയുള്ള കാര്യങ്ങൾ. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ചള്ളം പൊട്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമല്ല. വിലയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. Value driven ideas we must think of. അതെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെ ഐഡിയ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വരണം. We must implement those things. ചുറ്റുവട്ടങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് കഴിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അതിന്റെ അപ്പുറത്താണ് നമ്മുടെ ചിന്തകൾ. Those around are worrying about what to eat, what to drink, but our thoughts are way above that. അതുകൊണ്ട് മെന്റൽ പ്രോസസ്, മാനസികമായിരിക്കുന്ന ഒരു പ്രക്രിയ നടക്കണം. A mental process has to happen. ആത്മീയ പ്രക്രിയ ഉണ്ടെങ്കിലേ മാനസിക പ്രക്രിയ നടക്കത്തുള്ളൂ. Spiritual process has to happen for a mental process. കണ്ടില്ലേ? നിങ്ങൾ തന്നെ സ്പിരിച്വൽ. അതുകൊണ്ട് ആത്മീയ കൂട്ടം എന്ന് പറഞ്ഞു ഇന്നിരുന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും കേൾക്കുന്നതിനനുസരിച്ച് മാനസികമായിരിക്കുന്ന പ്രക്രിയ സംഭവിക്കുന്ന കണ്ടില്ലേ? Based on the things that you hear, things will change in your mind. അതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് ഞാൻ പറയുന്നതിന്റെ കാര്യം. ശ്രദ്ധിക്കും ഇവിടെ. That is why I say pay attention. ഇവിടെ ശ്രദ്ധിക്കും. Pay attention here. അപ്പോൾ നമ്മുടെ പിള്ളേർ കളിക്കുന്നതെല്ലാം കണ്ടോണ്ട് നമ്മളിരിക്കും. Don't look at the kids. അപ്പോൾ നമുക്ക് എന്താ പറ്റുന്ന പറഞ്ഞാൽ ഈ മാനസികമായിരിക്കുന്ന പ്രക്രിയ സംഭവിക്കത്തില്ല. Mental process won't happen. എപ്പം തീരുമെന്ന് ക്ലോക്കിലോട്ട് നോക്കി. You are looking at the clock. മാനസിക പ്രക്രിയ എന്തുവാണ്? ആത്മീയ പ്രക്രിയക്ക് തടസ്സമായിട്ട് മാറും. This will be a block to spiritual process. ഇപ്പൊ ജൂബി അവിടെ ഇരിക്കുകയാണ്. ജൂബി നാളെ വെളുപ്പിന് ദുബായിക്ക് പോകല്ലേ? അവിടെ നിന്നോട് ചിന്തിക്കുക പ്ലെയിനെ കയറി പ്ലെയിൻ പൊട്ടി തകർക്ക് പറഞ്ഞ് ചിന്തിച്ചോണ്ടിരുന്നാല് ഉറപ്പല്ലേ പ്ലെയിൻ പൊട്ടി താഴെ വീഴത്തില്ലേ? അങ്ങനെ ചിന്തിച്ചു ഇതുവരെയും. അവിടെ ഞാനിപ്പോ ഒരു ചിന്ത അങ്ങോട്ട് ഇടുക, ഇനി തൊട്ട് നീ പ്രസംഗം കേൾക്കത്തുമില്ല. ഇത് അനാവശ്യമായ കാര്യങ്ങൾ എന്ന് പറയാം. നമ്മുടെ അകത്തേക്ക് നമ്മുടെ മാനസിക പ്രക്രിയയ്ക്ക് ദോഷം വരുത്തുന്ന ഒരു ചിന്ത ഇടുമ്പോൾ ആത്മീയത കണ്ടില്ല. ആത്മീയ ശക്തമല്ലെങ്കിൽ മനസ്സ് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. ക്രിയേറ്റീവ് ആയിരിക്കും. നമുക്ക് സാമാന്യ ജ്ഞാനം എന്ന് പറയുന്നൊരു സാധനമില്ലേ? Something called common sense. അതില്ലാതെ നമ്മൾ ഉപയോഗിച്ചാൽ അങ്ങനെ ഇരിക്കും. If we don't apply common sense. അപ്പൊ ഇന്ന് നിങ്ങൾ വിശ്വസിക്കണം, ചില കാര്യങ്ങൾ സൃഷ്ടിക്കുവാൻ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. God has appointed us to create certain things. യേശുവിന്റെ നാമത്തിൽ ക്രിയേറ്റീവ് ഐഡിയാസ് വരട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ. Today in the name of Jesus let those creative ideas come to pass. എത്രയും ധനം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കേണ്ടത്. I need to desire how much money I need to have. എനിക്ക് സ്റ്റോപ്പ് ചെയ്യാം. എത്രയും ജ്ഞാനം വരണം, എത്രയും എനിക്ക് ഉയരണം, എത്രയും എനിക്ക് ദൈവികമായിരിക്കുന്ന രാജ്യത്തിന്റെ ശ്രേഷ്ഠത നിൽക്കണം, ഞാനത് ചിന്തിക്കേണ്ടത്. I need to decide how much I need to show the excellence. അതൊക്കെ നമുക്ക് വെളിപ്പെടുത്താനുള്ളൊരു കൂട്ടമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. This fellowship is an area where we can reveal those നിങ്ങൾ ഈ things. ബ്രൈൻ ആക്ടൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അത് അയാൾ ഫേസ്ബുക്കിനകത്ത് ഒരു ജോലിക്ക് വേണ്ടി ബ്രൈൻ ആക്ടൻ പോയി. There was a man called Brain Acton. He went for a job in Facebook. ഫേസ്ബുക്കിൽ ചെന്ന് കഴിഞ്ഞോണ്ട് അയാളുടെ പ്രായം കവിഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് അവര് പുള്ളിയെ ജോലിക്ക് എടുത്തില്ല. They rejected him because his age had exceeded the limit. ആ മനുഷ്യനാണ് തിരികെ വന്ന് അയാൾ വാട്സപ്പ് ഉണ്ടാക്കി. പിന്നീട് 2014 അവൻ $19 ബില്യൺ ഫേസ്ബുക്ക്. Later he came back on, started WhatsApp, and then Facebook took over WhatsApp for 29 billion. 19 ബില്യൺ. 19 billion. നമ്മൾ എന്തായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. We must desire. ഒരിടത്ത് നിന്നെ റിജക്ട് ചെയ്താൽ, ഒരിടത്ത് നിന്നെ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിന്റെ അകത്തിരിക്കുന്നതിനെ നീ ഉപയോഗിച്ചോണം. If somebody has rejected you, you must use the one who is within you. പലയിടത്തും നമുക്ക് ചിലപ്പോൾ റിജക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. We may receive rejection from many places. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു വീട്ടിൽ കയറി പോവാന്നു. Don't just sit back at home because of അതാ rejections. ഞാനെന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ കഴിയത്തില്ല. That is called wisdom, and somebody with creative ideas can never fail. For that wake up now. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് wake up now from your sleep. ഇന്ന് ചിലർക്ക് ജോലി ചെയ്യുന്നത് വലിയ മാനക്കേടാ. നാട്ടിലൊക്കെ ജോലി ചെയ്യാൻ വലിയ മാനക്കേടാ. Some people have trouble working at home. ഹല്ലേലൂയ. ചിലർക്ക് ചർച്ച വരുന്ന വലിയ മാനക്കേടാ. Some people have trouble. It's a shame coming to church. അതെന്തിനാ മാനക്കേടായിട്ട് വിചാരിക്കുന്നത്? ജോലി ചെയ്യുന്നത് എന്താ മാനക്കേട്? What is such a shame in working? വാസ്തവത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകും. Others will be inspired when you actually work. ചില രോഗങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ചിന്തിക്കരുത് ഞാൻ രോഗിയായി ഇനി എന്നെ കൊണ്ട് എന്തിനേലും കൊള്ളു. അല്ല, ആ രോഗത്തിൽ നിന്ന് നീ സടകുടഞ്ഞ് എഴുന്നേറ്റ് ജീവൻ ബലത്തോടു കൂടി നിൽക്കണം. When you get sickness, don't think that I am sick. Come out of the sickness. ആൾക്കാർ കണ്ടില്ല ഇവിടെ ജോലി ചെയ്യാൻ മാനക്കേടാന്ന് പറഞ്ഞവർ ഗൾഫിലൊക്കെ പോയച്ച് അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ചെന്ന് ചെന്തെല്ലാം ഇപ്പൊ നമ്മുടെ
നമ്മുടെ പിള്ളേരൊക്കെ UK-ലും അവിടെ ഇവിടെയൊക്കെ പോയി എന്നെല്ലാം തോട്ടിപ്പണിയാ ചെയ്യുന്നു. Our children who go to foreign nations, what all menial jobs they do. അപ്പൊ ഇവിടെ സ്വിഗ്ഗിയിൽ മോനെ ഇടാ ഒന്ന് ഓർഡർ ചെയ്യാൻ പറഞ്ഞാൽ ഒക്കത്തില്ല അമ്മ എനിക്കിപ്പോൾ അതല്ല എന്ന് പറയുന്നവൻ അവിടെ ചെന്നേച്ച് അതിനേക്കാളും ഉള്ള അവിടെ എവിടെയെങ്കിലും കയറിയുന്നോണ്ട് എന്നോട് ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് സപ്ലയറായിട്ടോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നിടത്തോ കയറി നിൽക്കുക. Children who are too lazy to even order from Swiggy are working as in hotels and as delivery boys abroad. ജോലിയും ചെയ്യാനുള്ള മാനസിക അവസ്ഥയെ ഡെവലപ്പ് ചെയ്യുക. Develop a mental state to do any job. ആ ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറഞ്ഞ് ഏത് ജോലിയും ചെയ്യാൻ എല്ലാ ജോലിയും അന്തസ്സുള്ള ജോലിയാണ്. Every job has its honor. പക്ഷെ നീ ചെയ്യേണ്ട ജോലിയാണോ ഇല്ലയോ എന്നുള്ളത് ദൈവിക ജ്ഞാനത്താൽ അതിനെ മനസ്സിലാക്കാം. Through divine wisdom you need to know is this a job that you must do. അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ഉയർന്നു വരാൻ കഴിയും. Only then we can come up. Hallelujah. Hallelujah. ഇന്ന് ശത്രുക്കൾ പറഞ്ഞിട്ടിരിക്കുന്ന വാക്കുകളെല്ലാം മാറിപ്പോകട്ടെ. Let all the words by enemies go away. പല ആൾക്കാർ നിന്റെ ജീവിതത്തെ നോക്കി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. Maybe many have spoken against your life. അതൊക്കെ മാറി ദൈവത്തിന്റെ ജ്ഞാനം നിന്നിലേക്ക് ഒഴുകി വരട്ടെ. Let the wisdom of God flow into you. മെമ്മറിയോ എനിക്ക് ഓർമ്മശക്തി ഇല്ലെന്നൊക്കെ പറഞ്ഞ വാക്കുകളെ അതെല്ലാം കർത്താവിന്റെ ജ്ഞാനത്താൽ നിന്റെ മൈൻഡ് എല്ലാം റിഫ്രഷ്ഡ് ആകട്ടെ. ഇപ്പോൾ If you think that you have no memory, let your mind be refreshed. അതെല്ലാം മൈൻഡ് എല്ലാം ഫ്രീ ആകട്ടെ. ഇപ്പോൾ തന്നെ മാനസികമായിരിക്കുന്ന എന്തെല്ലാം പിരിമുറുക്കണം അതിൽ നല്ല പുറത്തിറങ്ങി വാ. Come out of all mental stress in your mind, be free. നിങ്ങൾ ശ്രദ്ധിച്ച് ശലോമോനെ കുറിച്ച് പറയുമ്പോൾ ശലോമോൻ എങ്ങനെ ഇത്ര ഉയർച്ചകൾ ഉണ്ടായത്? How did Solomon come up so much? മാതാപിതാക്കന്മാരെ ഞാൻ നോക്കി പറയാണ് ദാവീദിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയാണ് ശലോമോനെ വലുതാക്കിയത്. It is because of the covenant God made with David. അപ്പനും അമ്മയൊക്കെ ശ്രദ്ധിച്ചിരുന്നോടമേ നിന്നിൽ നിന്നാണ് അടുത്ത തലമുറകളിലേക്ക് ചിലത് പകരപ്പെടുന്നത്. Parents, be careful, through you it will be transferred to your children. എന്റെ സഹോദര സഹോദരി, നീ അപ്പനും അമ്മയും ആണെങ്കിൽ എന്ത് ചിന്തിച്ചോണ്ട് നീ എടുക്കുന്ന ചുവടുവെപ്പുകളാണ് നിന്റെ തലമുറയെ അടുത്ത തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകുന്നത്. It is the steps that you take today that will lead your children to the next step tomorrow. Generational impact എന്ന് പറയുന്ന സാധനമുണ്ട്. തലമുറകളിൽ ഇത് ശക്തമായി വെളിപ്പെട്ടു വരും. There is something called generational impact. It will be revealed in your ഞങ്ങൾ generation. ശുശ്രൂഷക്കാരതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു. കാര്യം എന്റെ തലമുറയെ കുറിച്ച് എനിക്ക് ഓർക്കുമ്പോൾ അഭിമാനമാണുള്ളത്. I am so proud as a minister of God when I think about my generation. കാര്യം ഞാൻ എനിക്കെന്നും കർത്താവിനോട് പറയാം ഞാൻ നിന്നത് നീ ഓർക്കണമേ എന്ന് പറയാൻ പറ്റും. Because I can always tell the Lord, remember me standing for you. എസ്കിയാ രാജാവ് ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, യെശയ്യാ പ്രവാചകൻ വന്നേച്ചു പറയുകയാണ് നീ മരിച്ചു പോകും, അതുപോലുള്ള പ്രശ്നത്തിലേക്കായി തീർന്നിരിക്കുകയാണ്. Prophet Isaiah come to King Hezekiah and says, you are going to die, set your house in order. രാജാക്കന്മാരുടെ പുസ്തകം ദിനവൃത്താന്തം യെശയ്യാവിലല്ല ഈ കഥകൾ പറഞ്ഞിട്ടുണ്ട്. This story is mentioned in Kings Chronicles and book of Hezekiah. ഞാൻ കഷ്ടപ്പെട്ട് വായിച്ച് പഠിച്ചതാണ്, നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുക. I have read it, you find out the portions. എന്നാ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാബേൽ രാജാവിന്റെ പ്രതിനിധികൾ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭണ്ഡാരമല്ല എസ്കിയാ രാജാവ് കൊണ്ട് തുറന്ന് കാണിച്ചു. When the representatives of the king of Babel came there, Hezekiah opened up his treasures and revealed. ഇന്ത്യയിലും പണ്ട് നടന്ന പാവം പിടിച്ച നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന ചൈനയിൽ നിന്ന് വന്ന പ്രതിനിധികളെ നമ്മുടെ വെപ്പൺ അല്ല എന്തൊക്കെയുണ്ടെന്ന് കൊണ്ട് കാണിച്ചു. Even Indian prime minister did the same mistake while Nehru was a prime minister. When Chinese representatives came, he showed them our ammunition. അവര് നോക്കിയോണ്ടേ അവർക്ക് മനസ്സിലായി ഓല കൊണ്ടുണ്ടാക്കിയ 2 ഫൈറ്റർ പ്ലെയിൻ അവിടെ ഇരിക്കുന്നത് ഒന്നുമില്ലെന്ന് മനസ്സിലായി അവർക്ക്. They understood that we had hardly anything. രാത്രിക്ക് രാത്രി ചൈന ഇന്ത്യ ആക്രമിച്ചു. That night China attacked India. അങ്ങനെയാണ് ഇന്ത്യ ചൈന വാറൊക്കെ ഉണ്ടാകും. That is how Indo-China war took place. അതുപോലെ തന്നെ ഈ പറയുന്ന രാജാവ് ബാബേൽ പ്രതിനിധികൾ വന്നപ്പോൾ ഹിസ്കിയാ രാജാവ് ഇതെല്ലാം തുറന്നു കാണിച്ചു. Same way King Hezekiah opened up everything to the representatives of യെശയ്യാ king. പ്രവാചകൻ ഓടി വന്ന് പറഞ്ഞു, നീ ചെയ്തത് ഇത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്, നിന്റെ തലമുറകളെ അവൻ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകും. Okay, Isaiah the prophet came and said, you did a foolish thing, they will capture your generation. അങ്ങനെയാണ് പിന്നീട് യോയാഖീൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് ശേഷം 4ാമത്തെ രാജാവിന്റെ കാലഘട്ടത്തിൽ 586 BC-യിലാണ് ബാബേൽ പ്രവാസത്തിലേക്ക് യഹൂദന്മാരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നത്. That is how after Hezekiah, the 4th generation, at the time of King Jehoiakim, Babylonians came and seized Israel, took them captive. ജുഡിയ രാജാവായി കൊച്ചു രാജ്യമാണ്. യഹൂദിയ രാജ്യം കൊച്ചു രാജ്യമാണ്. കൊച്ചു രാജ്യത്തെ കാണാൻ ഇത്രയും വലിയ സാമ്രാജ്യ വലിയ അതിന്റെ പ്രതിനിധികൾ എന്തുകൊണ്ടാണ് വന്നത്? Why did such big people come to see a small country അത് called വരാനുള്ള Judea? കാരണം രാജാവിന് അസുഖം പിടിച്ചു. യഹൂദിയ രാജാവായിരിക്കുന്ന ഹിസ്കിയാവിന് അസുഖം ബാധിതനായി. Because King Hezekiah became sick. മരിച്ചു പോകുന്നുള്ള സ്ഥിതി വന്നു.
He was about to die. അപ്പോൾ അദ്ദേഹം ഭിത്തിയിലോട്ട് ചുവരിലോട്ട് നോക്കി നിന്ന് ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി നിന്നത് നീ ഓർക്കണമെന്ന് പറഞ്ഞു. And then he turned to the wall and said, Lord, remember me standing for you. അതുവരെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെല്ലാം അനിഷ്ടമായ പ്രവൃത്തികൾ ദൈവത്തിന് വിരോധമായി ഒക്കെ ചെയ്തെങ്കിൽ ഈ ഹിസ്കിയാ രാജാവ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. Until then, although the kings did wicked things against the Lord, King Hezekiah did what was right in the sight of the Lord. തന്റെ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം അവനു വേണ്ടി 15 സംവത്സരത്തെ അവനു വേണ്ടി പുറമോട്ടാക്കി കൊടുത്തു. When the Hezekiah asked this question, the Lord extended his life by 15 years. 15 വർഷം ഒരുത്തനു വേണ്ടി ദൈവം അവന്റെ കാലചക്രത്തെ പുറമോട്ട് മാറ്റി. God increased his lifespan ഈ 15 വാർത്ത ഒരു വലിയ years. വാർത്തയായപ്പോഴാണ് ബാബേലിന്റെ പ്രതിനിധികൾ ഈ രാജാവിനെ കാണാൻ. This became a big news, and that's when the ദൈവം ചെയ്ത representatives- നന്മകളെ നിന്റെ ജീവിതത്തിൽ കാണാൻ ആൾക്കാർ വരുമ്പോൾ നീ എങ്ങനെയാണ് നിൽക്കുന്നത്? How are you standing when other people come to see the ജ്ഞാനം goodness of the Lord? ജ്ഞാനമുള്ള ഹൃദയത്തിന് വേണ്ടി ആഗ്രഹിക്കണം. Desire for a wise heart. നിന്റെ ദേശത്ത് നീ രാജാവായ കർത്താവിനെ ഉയർത്തുമ്പോൾ നീ ഓർത്തോണമേ, നിന്നെ ദൈവം വിടുവിച്ചതും രക്ഷിച്ചതും നീ മറന്നുപോകല്ലേ. Don't forget the Lord delivering you when the Lord honors you. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കവനന്റ് റിലേഷൻഷിപ്പിനകത്ത് നിൽക്കണം എപ്പോഴും. That is why you must be in a പലർക്കുമില്ല, covenant പലർക്കും ആ relationship. ഉടമ്പടി ബന്ധമില്ല, ഉഭയസമ്മതമില്ല. People don't have a covenant relationship. 2 ശമൂവേൽ 7:2 വായിച്ചാട്ടെ. 2 Samuel 7:2. 2 ശമൂവേൽ 7:2 ദൈവം ദാവീദിന്റെ പ്രയാസമാണ് പറയുന്നത്. ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശീലയ്ക്കകത്തിരിക്കുന്നു. David is worried that he said to Nathan the prophet, I dwell in the house of Cedar, but the ark of God dwells in the tent of രാജാവ് അരമനയ്ക്ക് curtains. ദേവദാരു കൊണ്ടുള്ള അരമനയ്ക്കകത്ത് താമസിക്കുമ്പോൾ ദൈവത്തിന്റെ പെട്ടകത്തിലേക്ക് നോക്കുമ്പോൾ അത് തിരശീലയ്ക്കകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. I am as a king living in a house of cedars, but the ark of the Lord is in tents. ദാവീദിന് ഭയങ്കര ഭാരമായി, ഇത് ഭാരമാണ്. This became a burden So for he wanted David. to build an temple for God. ദൈവത്തിന് വേണ്ടി ഒരു ആലയം ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. He was burdened to build a temple for the Lord. Sometimes you have to get burdened. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരു വലിയ ആഗ്രഹം ഉണ്ടാകണം. Sometimes you need to have a burden to stand for അത് the എവിടോട്ട് Lord. ഉടനെ അത് ട്രാൻസ്ഫേർഡ് ആണെന്ന് പറയുമ്പോൾ ദാവീദിനോട് പറയാം, നീ അല്ല ഉണ്ടാക്കേണ്ടത്, നിന്റെ മകനായ ശലോമോനെ കൊണ്ട് The ഞാൻ. Lord told David, you will not make it, your son Solomon എല്ലാ will പേരൻസ് do ഇവിടെ it. ഇരിക്കുന്ന എല്ലാ പേരൻസിനെ ഞാൻ നോക്കി പറയാം, നിന്റെ അകത്തൊരു എരിവുണ്ടായാൽ നിന്റെ തലമുറ വലിയ കാര്യങ്ങളെ ചെയ്യും. I want to tell all parents, if you are zealous for the Lord, your generation will be blessed. കുഞ്ഞൊന്നുമായിട്ടില്ല, കുഞ്ഞായിട്ടിരിക്കുക, കുഞ്ഞായിട്ടല്ല ഇരിക്കുന്ന, നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ആ കുഞ്ഞിനെ ശക്തനാക്കി മാറ്റുവാൻ ഈ ദൈവത്തിന് കഴിയും. Maybe your child is small, but in your relationship with the Lord can make your child a strong ദാവീദിന്റെ person. ഹൃദയം നിങ്ങൾ നോക്കി, ദാവീദിന്റെ ഹൃദയം പറയാണ്, ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയ്ക്കകത്ത് ഇന്ന് ഒരു വീടുണ്ടോ താമസിക്കാൻ? ഇങ്ങനെ കിടക്കുന്ന ഉടനെ ഞാൻ ദൈവിക ആരാധനയ്ക്കകത്ത് എന്താണ് പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നത്? Ask yourself, as David was burdened for the house of the Lord, what have I മഴ done for നനയാതെ the worship? കിടക്കാൻ നിങ്ങൾക്കൊരു ഭവനമില്ലേ? Don't you have a house to sleep എന്തെങ്കിലുമൊക്കെ in? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തപ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? When God has done some things in your life, what have you done for the Lord? ദാവീദ് ബർഡൻഡായി, അവന്റെ ഹൃദയത്തിനകത്ത് ഭാരമുണ്ടായി. ഈ തിരശീലയ്ക്കകത്ത് ഈ പെട്ടകം ഇങ്ങനെ കിടക്കുന്ന എനിക്ക് സഹിക്കാൻ വയ്യ. David was burdened because the ark of the Lord was in tents. എന്റെ ആരാധനയെ മുടക്കുന്ന ഏത് കാര്യത്തെയും ഞാൻ ഇന്ന് തൊട്ട് ഇനിയും വേണ്ട എന്ന് നിശ്ചയിക്കും എന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടോ? Are you able to take a decision that I will reject എന്റെ anything that നിശ്ചയമാണ്, എന്റെ obstructs my തീരുമാനം. worship? ഞാനത് നിശ്ചയിച്ചുറപ്പിക്കുകയാണ്. എന്റെ ആരാധനയ്ക്ക്, എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നെ ഒന്നും പുറമോട്ട് മാറ്റുകയില്ല. Nothing can stop me from my worship to the Lord. who will be benefited? ആർക്കായിരിക്കും അതിന് ഗുണം ഉണ്ടാകുന്നത്? നിന്റെ തലമുറയ്ക്ക്. If you do so, your generation will be blessed. ലോകം മുഴുവൻ ശ്രദ്ധിച്ച് ലോകത്തിലെ അപ്പനും അമ്മമാരും വേറെ തരത്തിൽ പോകുന്നതുടനെ അവരുടെ തലമുറകൾ നശിച്ചു പോകുന്ന കണ്ടില്ല. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. Look at the people of the world. When they go after things of the world, their generation destroyed. But when you stand for the Lord, your generation will be blessed. That is what is covenant relationship. ദൈവത്തോട് ഒരു വലിയ ഉഭയസമ്മതത്തിലേക്ക് വരണം. Come to a covenant relationship with the Lord. ആമേൻ, ഹല്ലേലൂയ. ഞാൻ കർത്താവിന് വേണ്ടി നിലനിൽക്കുക തന്നെ I will stand for the Lord. ആമേൻ, ഹല്ലേലൂയ. And quantity and quality of life with God. ദൈവത്തിന്റെ അടുക്കല് ആ ക്വാളിറ്റിയിൽ, അതിന്റെ മേന്മയിലും അതിന്റെ ഘനത്തിലും എനിക്ക് ജീവിക്കണം. I want to live in the quality and quantity
of life with God. ആമേൻ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട് യാക്കോബിനെ കുറിച്ച് പറയുന്ന ലാബാന്റെ ഭവനത്തിൽ വെച്ച് യാക്കോബിനെ കുറിച്ചുള്ള സംസാരം കേട്ടെ. In Genesis 26 we read about 26:24 we read about how Jacob was spoken about in Laban's house. ദൈവം സംസാരിക്കും, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട. You don't fear because I am the God of your Abraham. ഇതുകൊണ്ടാണ് ലാബാന്റെ വീട്ടിനകത്ത് ലാബാൻ വന്ന് പറയുന്നത്, നീ വന്നത് മുതലാണ് എനിക്ക് അനുഗ്രഹം ഉണ്ടായത്. That is why Laban says, from the time you came I am blessed. ഇവിടെ ദൈവം എന്ന് യാക്കോബിനോട് പറയും, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. I am with you, I am the God of your father Abraham. എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. For the sake of my servant Abraham I will bless you and increase your generation. വല്യപ്പനെ നോക്കിക്കൊണ്ട് മോനോട് പറയാണ്, അപ്പനെ നോക്കിക്കൊണ്ട് മോനോട് പറയാണ്, നിന്റെ അപ്പൻ നിന്നതുപോലെ നീ നിൽക്കുമെങ്കിൽ നിന്റെ തലമുറകൾ വർദ്ധിച്ചു വരും. If you stand for the Lord as your father or mother did, I will increase you. സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കളെ നോക്കി ഇന്ന് ദൈവം സംസാരിക്കും, നിന്റെ അപ്പൻ നിന്ന് നിന്റെ അമ്മ നിന്നതുപോലെ നീ നിൽക്കാമെങ്കിൽ നിന്റെ തലമുറയും വർദ്ധിച്ച് അനുഗ്രഹിക്കപ്പെടും. Today your generation will be blessed if you stand for the Lord like your parents did. അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ സന്തതി വർദ്ധിപ്പിച്ചു. The Lord did increase his നമുക്കറിയാം, the generation. whole history, you go through the history, ചരിത്രം പരിശോധിച്ച് അവന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്നും ഇത്രയും ഇല്ലാത്ത ഇസ്രായേലിനെ തൊടാൻ ഒറ്റ ഒരാൾക്ക് കഴിയാത്തതിന്റെ കാര്യം ഈ വാഗ്ദത്തമാണ്. Look at history, this promise is fulfilled that Jacob's descendants are blessed and Israel being a tiny nation, no one can touch them. ഒന്നുമില്ലെന്ന് ഈ ഭൂമണ്ഡലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഈ ഭൂഗോളത്തിനൊക്കെ ഗ്ലോബ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഒന്നുമില്ല, ഒരു കുഞ്ഞ് പൊട്ടുപോലിരിക്കുന്ന രാജ്യത്തെ തൊടാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. അവനെ തൊടാതെ വണ്ണം ഈ വാഗ്ദത്തം അവന്റെ മേൽ കിടക്കുക. Because the promise of God is upon Israel, no nation can ever touch them. ഇന്ന് വിശ്വസിക്കും, നീ ദൈവത്തിന്റെ സന്നിധിയിൽ നേരോടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ തലമുറയെ തൊടാൻ ഒരാൾക്കും കഴിയത്തില്ല. If you stand for the Lord, nobody will be able to touch your generation. ഇന്ന് അത് ചലനമായി നിന്റെ ഹൃദയത്തിനകത്ത് ചലനമായി ഇത് പരിണമിക്കട്ടെ. Let this become move you this morning. കർത്താവിന് വേണ്ടി നിൽക്കുവാണെങ്കിൽ, If you are standing, stand for the Lord. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഡാനി നീ നിന്ന് കഴിഞ്ഞാൽ അടുത്ത തലമുറ നിന്റെ കുഞ്ഞിനെ എലൈജയെ നോക്കി ദൈവം പറയും, നിന്റെ അപ്പം നിന്നതുപോലെ നീ നിൽക്കാമെങ്കിൽ നിന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. If you will stand for the Lord like your father did, you will be blessed. ഇതൊക്കെ ഒന്ന് ഏറ്റെടുത്തേച്ച് പറയാം, അത് കേൾക്കണം, എനിക്ക് കർത്താവിൽ നിന്ന് അത് കേൾക്കണം. I want to hear that from the Lord. ഇതാണ് കുരിശിലെ പ്രവൃത്തിയിൽ കാണുന്നത്. കുരിശിൽ ഇത് അവൻ സംസാരിച്ചതാണ്, എന്നെ നിന്നെ നോക്കി. This is what the Lord spoke to us on the cross. You be careful whether you are breaking or making. ആരെങ്കിലും ഒക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്, അതോ എല്ലാം തകർത്ത് നശിപ്പിച്ചു കളയാണ്. Be careful if you are making or breaking. ചർച്ചിനകത്ത് കുറെ നാൾ വന്നിരുന്നേച്ച് പറയും, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന് പറയാനാണോ നിന്റെ ആഗ്രഹം? ഒരു കാര്യവുമില്ല. You come to church and you say there's no point coming to church. വിശ്വാസത്തിൽ വന്നപ്പോൾ ഭയങ്കര തീഷ്ണതയായിരുന്നു. ഇപ്പൊ ആ തീഷ്ണത ആരെടുത്തോണ്ട് പോയത്? Where is your zeal that you had? നീ ദൈവത്തെ കാണാൻ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്, ഡിഫറെന്റ് ആംഗിളിൽ നീ ദൈവത്തെ കാണാൻ തുടങ്ങിയതാണ് നിന്റെ പതനത്തിന് കാരണം. Because you started looking at God in a different perspective, there your downfall starts. അന്ന് നീ ഇറങ്ങിയ സമയത്ത് നീ ദൈവത്തെ കണ്ട് ആരാധ്യനായിട്ടാണെങ്കിൽ ഇന്ന് ദൈവം നിന്നോട് അവൻ വഴക്കുണ്ടാക്കുന്നവനായിട്ടാണ് കാണുന്നത്. When you came out first, you wanted to worship him, but now you're looking at him differently, and that is why you're എവിടെ എനിമിറ്റി ഉണ്ടായത്? How did you begin? ദൈവത്തോട് എനിമിറ്റി ഉണ്ടായി. You have enmity with God. എന്നറിയാം, ചില കാര്യങ്ങൾ വീട്ടിനകത്ത് നടക്കുമ്പോൾ, വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുമ്പോൾ ദൈവത്തെ ശത്രുവായി കാണാനുള്ള പ്രവണത അറിയാതെ ഉണ്ടായി. When certain things happen at home, you tend to see God as your enemy. കണ്ടോ, അബ്രഹാമിനോടുള്ള കവനന്റ് ശ്രദ്ധിച്ച് ഉൽപ്പത്തി പുസ്തകം 17:2 കവനന്റ്, ഇതെല്ലാം കവനന്റ് റിലേഷൻ ആണ്. See the covenant God made with Abraham in Genesis 17:2. വ്യക്തിപരമായി ഒരാളോട് സംസാരിക്കുക, കവനന്റിലേക്ക്, ഉഭയസമ്മതത്തിലേക്ക് വരികയാണ്. He is coming into a personal covenant relationship with God. എനിക്കും നിനക്കും മധ്യേ ഞാനൊരു നിയമം, കവനന്റ്. I will make a covenant between me and you. നിന്നെ അധികമധികമായി ഞാൻ വർദ്ധിപ്പിക്കും. I will increase you. കണ്ടില്ലേ എങ്ങനെ കവനന്റ് വെച്ചിരിക്കുന്നത്? ദൈവം വെക്കുന്ന കവനന്റ് ആയത്. This is a covenant God has made. അല്ലാണ്ട് തിരിച്ച് നമുക്ക് അങ്ങോട്ട് ഒരു കവനന്റ് ഒന്നും വെക്കാൻ ഒക്കത്തില്ല. We cannot keep a covenant in return. എനിക്കും നിനക്കും മധ്യേ ഞാൻ ഒരു കവനന്റ് വെക്കുകയാണ്. I will make my ഒരു covenant നിയമം between me and സ്ഥാപിക്കുകയാണ്. you.
I'm establishing a law between me and you. എസ്റ്റാബ്ലിഷിംഗ് ലോ അല്ല, അതിന്റെ റിയൽ സെൻസിൽ എടുത്താൽ കവനന്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. I'm establishing a covenant നിന്നെ between you. അധികമായി വർദ്ധിപ്പിക്കും. I will greatly increase you. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 നല്ല നിൽക്കുന്നത് 100ന് മുകളിലോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ നിന്നെ വർദ്ധിപ്പിച്ചു കയറ്റും. Which means you are not going to be at 100, it's beyond that level. See, അവിടെ മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഉണ്ടാകുകയാണ്. ഈ കവനന്റ് റിലേഷൻഷിപ്പിനകത്ത് മ്യൂച്വൽ ബെനിഫിറ്റ്, ദൈവത്തിന് ആരാധന ലഭിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നവൻ അധികമായി വർദ്ധിച്ചു വരുന്നു. It's a mutual benefit when God receives worship and the one who worships God Your is increased. loyalty, your commitment, നിനക്ക് ദൈവത്തോടുള്ള കൂറ്, നിന്റെ ഉത്തരവാദിത്വം നിന്നെ അധികമായി വർദ്ധിപ്പിച്ചു കൊണ്ടിരും. Your loyalty and commitment towards God will greatly increase you. ഇന്ന് അവിടെ ഇരുന്നുകൊണ്ട് പറയണം, അപ്പ ഇന്നലകളിലെ തെറ്റുകളെ എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം. Today repent to the Lord for the mistakes you've എന്റെ ആ done. തെറ്റുകൾ എന്റെ തലമുറയ്ക്കോ എന്റെ നാളുകൾക്കോ അത് പ്രയാസമായി തീരാതിരിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. Lord, help me that my mistakes of the past should not affect my tomorrow or my generation. All those mistakes which happened in my life, let it break away from my life. അതല്ല, എന്റെ ജീവിതത്തിൽ നിന്ന് അത് മാറിപ്പോകട്ടെ. All those mistakes that happened in my life break away from my life. നിങ്ങളെ ബോധ്യപ്പെടുന്നവരെല്ലാം യേശുവിന്റെ നാമത്തിൽ അങ്ങനത്തെ ക്രമക്കെട്ട ജീവിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൊട്ടിപ്പോകട്ടെ എന്ന് ആഗ്രഹിച്ചു പറഞ്ഞു. Let such disorderly life break from you this morning. ഹല്ലേലൂയ. Hallelujah. എന്താണ് യഥാർത്ഥമായ ധനം? എന്താണ്? What is true riches? ദൈവിക പരിജ്ഞാനമാണ് യഥാർത്ഥമായ ധനം. True wisdom is the knowledge of God. If you have the knowledge of Christ, കർത്താവിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായ ദൈവിക ധനം എന്ന് പറയുന്നത്. If you have the knowledge of the Lord, that is a true rich. ഇവിടുത്തെ ധനം ഫോക്കസ് ചെയ്യല്ലേ, ഇവിടുത്തെ ധനം ഫോക്കസ് ചെയ്യല്ലേ, ഇവിടുത്തെ ധനം നിനക്കൊന്നും ഉണ്ടാകത്തില്ല. Don't focus on the riches of the world. പക്ഷെ അവിടുത്തെ ധനം ഫോക്കസ് ചെയ്താൽ ഇവിടെയും നീ ഉയർച്ച തന്നെ പ്രാപിക്കും. If you are focusing on the riches above, here also you will be prospered. ഇവിടുത്തെ നോക്കിയാൽ ഉയരത്തില്ല. If you're going to look at the riches of the world, you will not prosper. നീ ഇവിടെ ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. But if you're looking at the riches above, you will be prospered here. Hallelujah. 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 യഥാർത്ഥ ധനം ഒരിക്കലും നിരാശ കൊണ്ട് തരത്തില്ല. True riches will not disappoint you. Hallelujah. ഇന്ന് ആ യഥാർത്ഥ ധനത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാട്ടോ, that is the anointing of the Holy Spirit. പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ ഒഴുക്കാതല്ല. Today look at true riches and say this is the anointing of the Holy Spirit. And that will make you stand faithful for God. ദൈവത്തിന് നീ വിശ്വസ്തനായി നിൽക്കുവാൻ നിന്നെ സഹായിക്കുന്ന യഥാർത്ഥ ധനം. It is these true riches that will help you stand for the നിങ്ങൾക്ക് Lord. വേണ്ടുന്നത് ഈ ലോകം തരുന്ന മാനമൊന്നുമല്ല വേണ്ടത്. What you need is not the honor that the world gives. ദൈവം നിന്നെ ക്രിസ്തുയേശുവിൽ കൂടി മാന്യനാക്കി നിർത്തിയിരിക്കുക. Through Christ on the cross, the Lord has given you honor. കുരിശിലേക്ക് നോക്കാൻ കഴിയുന്നുണ്ടോ? അത് തന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ധനമാണ്. Are you able to look to the cross? That itself is a great honor. ഒരുവൻ കുരിശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവന്റെ പങ്കപ്പാടുകളെല്ലാം ഇല്ലാതെ പോകും. When you look to the cross, all your struggles will vanish. Hallelujah. Hallelujah. മുടിയനായ പുത്രന്റെ കഥ നമ്മൾ പല ആവർത്തി കേൾക്കുന്നതാണ്. We've heard many times the story of the prodigal son. ഒരു റെക്കോർഡും വെക്കാത്ത ഒരു അപ്പൻ. A father who doesn't keep any records. ഒരു റെക്കോർഡും ഇല്ല. He doesn't keep any ഒരു records. ചോദ്യങ്ങളും ഇല്ല. No questions. ഇതേ കാര്യം അത് അതിനകത്ത് പറയുന്ന മൂത്ത പുത്രൻ ഇസ്രായേൽ ആണെങ്കിൽ രണ്ടാമത്തെ പുത്രൻ മുടിഞ്ഞ് തകർന്നു പോയവൻ നമ്മളാ. If the elder son is Israel, the prodigal son is us. അതൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി യേശു പറയുന്ന ഒരു ഉപമയാണ്. It is a parable Jesus spoke to explain this. അതിന്റെ അവസാനം നമ്മൾ വായിച്ചു വരുന്ന അവസാനത്തെ വാക്യം അതിനകത്ത് എഴുതിയിട്ടില്ല. The last verse is not written there. 15-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പരീശന്മാരുടെ മുമ്പാകെ യേശു പറയുന്ന കഥയാണ്. This is a story Jesus tells before the Pharisees. If you look at Luke 15, ലൂക്കോസ് മുഴുവൻ അത് പൂർത്തീകരിച്ച് എഴുതിയില്ല. Luke did not complete that story. അവസാനം എഴുതിയിരിക്കുന്നത് മൂത്ത പുത്രനെ ചെന്ന് ക്ഷണിക്കുകയാണ്. പ്ലീസ് കം ഇൻ, വീട്ടിനകത്തേക്ക്. Last verse we see the father inviting the elder son to come into the joy of the house. നഷ്ടപ്പെട്ടു പോയവൻ ജ്ഞാനത്തിലേക്ക് കയറി വന്നു. The lost one has come into wisdom. ട്രൂ വെൽത്തിലേക്ക് കയറി വന്നു. He stepped into true wealth. ട്രൂ വെൽത്തിൽ നിൽക്കുന്നവന് ഇതെന്തോന്ന് അറിയത്തില്ല. But one who is already there is not recognizing it. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേറിട്ട് ആരാധിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നീ നിൽക്കുന്നത് യഥാർത്ഥ ധനത്തിനാണെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, Are you recognizing that you are standing in true riches? നിനക്ക് ഈ ധനം ഒരു ഗുണവും ചെയ്യില്ല. If you are not, this will not be of any benefit to ഉടനെ you. പറയുന്നത് കേട്ടില്ലേ, ഞാൻ ഇത്രയും നാളും നിന്നെ സേവിച്ചു.
Then the elder son says, I've saved you so many years. ലൂക്കോസ് 15 അധ്യായത്തിന്റെ 32 മുതൽ താഴോട്ടുള്ള ഭാഗത്ത് അവസാന ഭാഗങ്ങളിൽ നിങ്ങൾ വരുന്ന പറഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ നിന്നെ സേവിക്കുകയാണെന്ന് ഇസ്രായേലുകാർ പറയാണ്. ദൈവമേ, ഞങ്ങൾ നിന്നെ സേവിച്ചു, യെരൂശലേം ദേവാലയമൊക്കെ പണിതില്ലേ, ഞങ്ങൾ അവിടെ ആരാധിക്കുന്നില്ല, നിന്നെ സേവിക്കുന്നില്ലായിരുന്നു. Luke 15:32 onwards, if you read, this is what Israel says, Lord, we worshipped you, we've made a temple, we've served you so long. അപ്പോഴും പറയുന്നു അതൊക്കെ വിട്ടുകള, ആ പ്രമാണങ്ങളൊന്നും വേണ്ട, സദ്യക്കകത്തേക്ക് കയറി വാ. Even then Jesus says, leave all that, come into the feast. I have prepared for a you. feast for you. And the Lord says, I have prepared a feast for you, leave all those things. കർത്താവ് ഫീസ്റ്റ് ഒരുക്കിയത് ഒരു കൂട്ടത്തിന് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. The Lord made a feast for all. ആമേൻ. ഇംപീരിയൽ ബാങ്ക്വറ്റ് എന്ന് പറയും. ഉയർന്ന തരത്തിലുള്ള ബാങ്ക്വറ്റ് ആണ്. എല്ലാ വിഭവങ്ങളുമുള്ള വലിയ വിശാലമായ വിരുന്ന് ഒരുക്കി. It is an imperial banquet with all dishes. എല്ലാവരെയും വിളിച്ചു. Everyone was invited. കണ്ടില്ലേ, ചിലർ കണ്ടില്ലേ വലിയ തടിച്ച ഹൃദയമായിട്ട് നിൽക്കുക, വരത്തില്ല. But some have such a fat heart. തകർന്നെന്ന് തരിപ്പണമായെന്ന് ബോധ്യമുള്ളവനെ ഓടിയാകത്ത് കയറിയത്. But those who know that they're broken and destroyed, they will run into it. തരിപ്പണമായെന്ന് പറയുന്നവൻ ഓടിക്കേറും. Those who are broken and destroyed will run to the banquet. കാര്യം നിന്റെ ക്വാളിറ്റി അല്ല അപ്പൻ നോക്കുന്നത്, നീ ഇത്രയും മ്ലേച്ഛമായി, how wretched you are, നീ എത്ര തകർന്നവനാണ്, അതിന്റെ മുകളിൽ അവന്റെ ഉടുപ്പിനെ ഇടുവാൻ അവൻ ആഗ്രഹിക്കുന്നവനാണ് ഈ അപ്പൻ. Because the Father is not looking at how wretched you are, He is going to clothe you and cover you over your wretchedness. അവസാനം ശ്രദ്ധിച്ച് മൂത്ത മോനെ വിളിക്കുക, ഇസ്രായേലിനെ വിളിക്കുക, നിങ്ങളും വാ ഈ ഫീസ്റ്റിലേക്ക് വാ. And then He is calling the elder son Israel, come into this feast. അവൻ എതിർത്ത് നിൽക്കുന്ന കണ്ടോ, എനിക്ക് വേണ്ട, എനിക്കിതൊന്നും വേണ്ട. And they are resisting and saying, we don't need all this. ആ സമയത്ത് അപ്പൻ തിരിഞ്ഞ് ഫീസ്റ്റിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നതാണ് അവിടെ എഴുതാത്ത കാര്യം. And then when the father turns back and goes into the house, what is not written is what really happened. ഈ അവസാനത്തെ വാക്യം ലൂക്കോസ് 15 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഞാൻ എഴുതി ചേർത്ത് നിങ്ങളോട് പറയാം. I will tell you what I have added in that last verse after 32. അത് പറഞ്ഞത്, നീ ഈ നിന്റെ സഹോദരൻ, ഈ ദൈവം ഉണ്ടാക്കിയ സകല മനുഷ്യരും തകർന്ന് മരിച്ചവരായി പോയെങ്കിൽ ഞാൻ അവനെ ജീവിപ്പിച്ചിട്ടുണ്ട്. This brother of yours whom God has created, if they were destroyed, I made him alive. അവർ കാണാതെ പോയവരായിരിക്കും, പക്ഷെ കണ്ടുകിട്ടിയിരിക്കും. He was lost but now found. കുരിശിലെ മെസ്സേജ് ഞാൻ പറഞ്ഞു കേട്ടോ, കുരിശിലെ മെസ്സേജ് ആണ്, കാണാതെ പോയവരെ കണ്ടെത്തിയിരിക്കുന്നു. This is the message on the cross that the lost are ആകയാൽ found. Therefore, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ഇപ്പോൾ. it is right that we rejoice and make merry. അതാണ് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ദൈവസഭ എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കാനുള്ളത്. This is the church of God, that we rejoice and make merry. കുരിശ് ഉയർത്തിയതാണ്, എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കുരിശിൽ നിനക്ക് ജയം തന്നിരിക്കുന്നു, നിന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു, നീ കയറി വാ. The cross is raised up that tells you that you are freed. Everyone come into it. പക്ഷെ അവനെന്തോ ചെയ്യുന്നറിയാം, മൂത്ത മകൻ വന്നില്ല, അതിന് പകരം അവിടെ കിടന്ന ഒരു മരക്കുറ്റി എടുത്ത് അപ്പന്റെ തലയ്ക്കടിച്ച് അപ്പനെ കൊന്നു. But the elder son did not come. He took a piece of log and hit the father's head and killed him. അതാ 33ാമത്തെ വാക്യം. That is 33rd verse. ആ 33ാമത്തെ വാക്യമാണ്, കുരിശിൽ അവനെ തറച്ചു കൊന്നു. That is what happened on the cross where Jesus was ക്ഷണിച്ചതാ, എല്ലാവരും crucified. ക്ഷണിച്ച. ഇസ്രായേൽ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടി വന്നവൻ ക്ഷണിച്ചതാ, കയറിവാ. Jesus had come to seek and save Israel which was അവർ lost. കൂട്ടാക്കിയില്ല. നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് ശാപത്തെ സ്വയം വിളിച്ചെടുത്തു. But they invited the curse that let this blood be upon us and our generation. ആണ് യേശുവിനെ ക്രൂശിച്ചു കൊന്നു. That is why they crucified Jesus and killed him. എന്നാ ദൈവത്തിന്റെ സ്നേഹ പിതാവായ ദൈവം അതിനെയും അനുകൂലമാക്കി തീർത്തു. But see the great love of God, even that God made it favorable for them. അതുകൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിന്റെ 17 മുതൽ വായിക്കുന്ന ഉടനെ, സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചിട്ട് അസ്വാഭാവികമായിരിക്കുന്ന കാട്ടൊലിവായ എന്നെയും നിന്നെയും ചേർത്ത് വെച്ചപ്പോൾ നീ ഞെളിയല്ലേ? That is why God out of His wisdom says, and we read in Romans 11:17 onwards, when the unnatural branches were grafted in, please don't boast about it. ബൊട്ടാണിക്കൽ പ്രിൻസിപ്പിളിനെതിരായിട്ട് ഒരു കാര്യം ചെയ്തു. നല്ല മരത്തോട് ആരും മോശപ്പെട്ടത് ചേർത്ത് വെക്കത്തില്ലേ. മോശപ്പെട്ടതിന് മേലാണ് ബഡ്ഡിംഗ് പ്രിൻസിപ്പിൾ ഇരിക്കുന്നത്, നല്ലത് കൊണ്ടൊന്ന് ഒട്ടിച്ചു വെക്കുന്നത്. This is something that has happened against botanical principle, where the bad ones will not be grafted into the good one. ഇന്ന് ഒന്നിനും കൊള്ളാത്ത എന്നെയും നിന്നെയും നല്ല മരമായിരിക്കുന്ന യേശുവിനോട് ചേർത്ത് ഒട്ടിച്ചു. Useless people like you and I are grafted into Christ.
ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? Can we live like this? അവിടെയാണ് ദൈവിക ജ്ഞാനത്താൽ ജീവിക്കേണ്ടത്. That is why we need to live in ദൈവിക divine wisdom. ബോധ്യത്താൽ ജീവിക്കണം. We need to live in divine ദൈവിക understanding. നിറവിനകത്ത് ജീവിക്കണം. We need to live in the fullness of God. മനസ്സിലാകുന്നുണ്ടോ യഥാർത്ഥ ധനം ഏതാണ്? യഥാർത്ഥ ധനം നിനക്ക് കാണാൻ കഴിയുന്നില്ല. ഇന്നു രാവിലെ യഥാർത്ഥ ധനത്തിലേക്ക് നീ ചുവട് വെച്ച് കയറുക. If you are not able to see true riches, step into it this morning. അവിടെ ധനമുണ്ട്, There are riches. അവിടെ ജ്ഞാനമുണ്ട്, There is അവിടെ wisdom. സമാധാനമുണ്ട്, There is peace. അവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല. There is nothing that you ഈ don't ലോകം have. തരുന്നതല്ല അവിടെ തരുന്നത്. സ്വർഗത്തിന്റെ നിക്ഷേപങ്ങൾ അത്ര ശ്രേഷ്ഠമായിട്ടുള്ളത്. The treasures of God are so great. പൗലോസ്ലീഹ പറയുകയാണ് 1 കൊരിന്ത്യർ 2:9 ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു ഹൃദയവും അറിയാത്തത് നിനക്ക് വേണ്ടി അവൻ കരുതി വെച്ചിരിക്കുന്നു. 1 Corinthians 2:9 says that no eye has seen, no ear has heard. God has prepared it for you. നിന്റെ വീട്ടിൽ താമസിക്കുന്നവർക്ക് പോലും അതറിയത്തില്ല. Those who are in your house itself don't know it. ഇത് നോക്കിയ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, Those who love God. ഇന്ന് തിരിച്ചറിവിലേക്ക് വാ. ദൈവം തന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നോ എന്ന് കണ്ടാൽ അവന്റെ മേൽ വാരി ചൊരിഞ്ഞു കൊടുക്കുന്ന ജ്ഞാനത്തിന്റെ ധനം എത്ര വലുതാ. What great riches of wisdom He pours out on those who love Him. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമർ 8:28. Romans 8:28 says all things work together for good to those who love God. ഇവിടെ നോക്കിയേ, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക്, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. What God has prepared for those who love Him. ഹല്ലേലൂയ. Hallelujah. ഇന്നത് നമ്മുടെ സ്വന്തമാക്കി എടുക്കണം. Take it for yourself this morning. ഈ ലോകത്തിന്റെ ധനം നമ്മളെ ഒരിക്കലും ധനികനാക്കത്തില്ല. Riches of the world will not make you rich. ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ മഹിമാധനം നമ്മളെ എല്ലാത്തിനേക്കാളും ഉയരത്തിലേക്ക് കൊണ്ടുനിർത്തും. But the riches of God's glory will lift you above everything else. എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. Let me conclude my words. ആരെങ്കിലും ഇതിനകത്ത് സാമ്പത്തികമായ ഞെരുക്കത്തിനകത്ത് ഇരിക്കുവാണെങ്കിൽ ഇന്ന് ദൈവിക ജ്ഞാനത്തിലേക്ക് ശ്രദ്ധിക്കണം. If anyone is in a financial trouble today, look to God's wisdom. ഹല്ലേലൂയ. Hallelujah. ഇന്ന് ശ്രേഷ്ഠതയാകുന്ന പദവികൾ നിങ്ങൾക്ക് ലഭിച്ചതോർത്ത് കർത്താവിന് നന്ദി പറയണം. Let's thank God for receiving such great riches this morning. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് നമുക്ക്